ചുറ്റിക്കെട്ടുണ്ടാവും. ചിലപ്പോഴൊക്കെ ആ ചരടിന് രണ്ടറ്റവും അറിയാതെ ചിലരുടെ കൈകളാൽ തൊടേണ്ടി വന്നേക്കും. ആ നിമിഷം മുതൽ അവർ പരസ്പര ബന്ധിതരാകും. ഇത് ബാലാജിയെ പറ്റി കൃഷ്ണൻ എഴുതിയതാണെങ്കിലും എനിക്ക് തോന്നിയത് നമ്മൾ ഓരോരുത്തരും അങ്ങനെയാണ് കൃഷ്ണനോട് കണക്റ്റഡ് ആവുക. നമ്മൾ ഈ വേദിയിലിരിക്കും, ഇപ്പൊ ബാബുവിനായാലും ഗിരീഷ് മാഷിനായാലും ഒക്കെ ഒരുപാട് വലിയ നെറ്റ്വർക്ക് ഉണ്ടാവും. പക്ഷെ നമ്മളെക്കാളും ഒക്കെ വലിയ നെറ്റ്വർക്കിനുടമയാണ് ഈ ഇരിക്കുന്ന PS കൃഷ്ണകുമാർ. ആ നെറ്റ്വർക്ക് കൃഷ്ണൻ ഉണ്ടാക്കിയെടുക്കുന്നത് ഇത്തരം യാത്രകളിലൂടെയാണ്. അപ്പോ ഈ ഒരു ബുക്ക് എന്ന് പറയുന്നത് ഒരു യാത്രാവിവരണം എഴുതുക അത്ര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ നല്ല വായനയുള്ള ബിനീഷ് മാഷിന് ഈ പുസ്തകം വായിച്ചപ്പോ ആദ്യം എന്ത് തോന്നി എന്നതെന്ന് നമുക്ക് തുടങ്ങാൻ തോന്നുന്നു. എല്ലാവർക്കും നമസ്കാരം. കൃഷ്ണകുമാറിനെ ഞാൻ പരിചയപ്പെട്ടിട്ട് 2 വർഷം ആവുന്നേ ഉള്ളൂ. ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ കൊച്ചിയിൽ, മൂന്നാമത്തെ വർഷമാണ് കൊച്ചിയിൽ വെച്ചിട്ട് ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലാണ് കാണുന്നത്. അന്ന് വൈകുന്നേരം വരെ ഞങ്ങൾ പല സമയങ്ങളിലായി ഒരുമിച്ചുണ്ടായിരുന്നു. അന്ന് നമ്പർ കൈമാറിയതാണ്. ഇന്നും ആ ഒരു ആത്മബന്ധം നല്ല രീതിയിൽ വളരെ മനോഹരമായി മുന്നോട്ട് പോകുന്നു എന്നതിൽ വളരെ സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ ഈ പുസ്തകം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ പുസ്തകം എഴുതുന്നതിനെ കുറിച്ചും അത് പ്രസിദ്ധീകരണം ആവുന്നതിനെ കുറിച്ചും ഈ പുസ്തകത്തെ കുറിച്ച് അന്നൊക്കെ വ്യക്തിപരമായി ഈ പുസ്തകം ഇറങ്ങി കാണാനും എന്താണ് ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കമെന്ന് അറിയാനും വളരെ ആഗ്രഹമുണ്ട്. യാത്രയാണെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ കൃഷ്ണകുമാർ എഴുതുന്ന ഒരു യാത്ര എങ്ങനെയായിരിക്കും ഒരു കൗതുകം എന്നിലുണ്ടായിരുന്നു. ആ പുസ്തകം കിട്ടിയപ്പോഴാണ് വളരെ എന്താണ് ഞാൻ പറയുന്നത്, ഒരു ഗൗരവമായ ഒരു ദ്രാവിഡ ദേശത്തേക്കുള്ള യാത്ര. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഒരു യാത്രാ വിവരണം എഴുതാൻ എളുപ്പമാണ്. പക്ഷെ ഈ പുസ്തകം പരിശോധിച്ചതിന്റെ പേര് നൂറ്റാണ്ടുകളുടെ നടകളിൽ എന്നുള്ളതാണ്. അതിൽ തന്നെ ഉണ്ട് എന്താണുള്ളത്, നൂറ്റാണ്ടുകൾക്ക് അപ്പുറത്തേക്കുള്ള വലിയൊരു ചരിത്രത്തെ അല്ലെങ്കിൽ ഓർമ്മകളുടെ ചരിത്ര ജീവിതം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ പുസ്തകത്തെ പറയാവുന്നതാണ്. അങ്ങനെ വലിയ കൃഷ്ണകുമാറിന്റെ ജീവിതത്തിന്റെ ഓർമ്മ കൂടി ചേരുന്നതാണ്. ജീവിതത്തിന്റെ ഓർമ്മയുണ്ട്, ഭൂപ്രദേശങ്ങളെ കുറിച്ചുള്ള ഓർമ്മകളുണ്ട്, ചരിത്രമുണ്ട്, സൂക്ഷ്മമായ രാഷ്ട്രീയമുണ്ട്. അത് കൃഷ്ണകുമാർ അറിഞ്ഞുകൊണ്ട് ചേർത്തല്ലെങ്കിൽ പോലും സൂക്ഷ്മമായ രാഷ്ട്രീയ, അതായത് വിധത്തിലാണ് നമുക്ക് പറഞ്ഞു പറയും സൂക്ഷ്മമായ രാഷ്ട്രീയമുണ്ട്, ദർശനമുണ്ട്, ഇതെല്ലാം കലർന്നു വരുന്നു. അതോടൊപ്പം സാഹിത്യമുണ്ട്, സിനിമയുണ്ട്, സംഗീതമുണ്ട്. ഇങ്ങനെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും എഴുത്തിലേക്ക് ചേർത്ത് വെക്കാൻ ഈ പുസ്തകത്തിലൂടെ കൃഷ്ണകുമാറിന് കഴിഞ്ഞിട്ടുണ്ട്. ചരിത്രം എന്ന് പറഞ്ഞു നമ്മൾ ചരിത്രം ആവുമ്പോൾ തന്നെ ചരിത്രത്തിന്റെ പല ദിശകളിലേക്ക് ഈ പുസ്തകം പോകുന്നു. അതായത് ഒന്ന് നേരത്തെ പറഞ്ഞ ഓർമ്മ സംബന്ധിക്കുന്നത്, മറ്റൊന്ന് ഒരു ഭൂപടത്തെ അല്ലെങ്കിൽ സ്ഥലത്തെ സംബന്ധിക്കുന്നത്, അതിന്റെ നിർമ്മാണ ചരിത്രം എന്ന് പറയാം, നിർമ്മാണത്തെ കുറിച്ചുള്ളത്, അതോടൊപ്പം തന്നെ അതിന്റെ അധികാര വംശത്തെ കുറിച്ചുള്ള ചരിത്ര അന്വേഷണങ്ങൾ, തൊഴിലാളി സംബന്ധമായ അന്വേഷണങ്ങൾ. ഇത് തുടങ്ങുന്നത് പുനലൂർ പാലത്ത് നിന്നാണെങ്കിൽ അവസാനിക്കുന്നത് നമുക്കറിയാം രാമേശ്വരത്താണ്. അപ്പൊ പുനലൂരിനെ കുറിച്ച്, ആ പാലത്തെ കുറിച്ച് പറയുമ്പോൾ ആ നിർമ്മാണത്തിന്റെ കാലം, ആ വർഷം, അത് ആര് പണിതു, അതിന് പിന്നിലുള്ള ചരിത്രം എന്താണെന്ന് ദീർഘമായി അന്വേഷിച്ചു പോകുന്നു. അതുപോലെ റെയിൽവേ സ്റ്റേഷൻ, അതിനെ സംബന്ധിച്ചുള്ള പശ്ചിമഘട്ടത്തെ സംബന്ധിച്ചുള്ള ഒക്കെ ചർച്ചകൾക്ക് വലിയൊരു ഇടം നൽകുന്നു എന്നുള്ളതാണ് ഈ പുസ്തകത്തിന്റെ പ്രത്യേകതയെ തോന്നിയത്. സ്വാഭാവികമായിട്ടും നമ്മൾ പറയൂ ചരിത്രം എന്ന് പറയുന്നത് ഭൂതകാലവും വർത്തമാനകാലവും തമ്മിലുള്ള നിരന്തര സംവാദമാണ്. ഈ സംവാദത്തിന് വേണ്ടിയിട്ട് പുസ്തകത്തെ തുറന്നു തരികയാണ് കൃഷ്ണകുമാർ ചെയ്തിട്ടുള്ളത്. അവിടെ എനിക്ക് ഏറ്റവും ഒരു ഉള്ളിൽ തൊട്ട ഒരു വാക്യം, സാധാരണ ചരിത്രം പറയുമ്പോൾ നമ്മൾ പറയും ഈ പലരുടെയും ജീവചരിത്രമാണ്. കൃഷ്ണകുമാർ പറയുന്നത് മഹാന്മാരുടെ മാത്രം അതാണ് ഞാൻ രാഷ്ട്രീയത്തിന്റെ പറഞ്ഞത്, മഹാന്മാരുടെ മാത്രം ജീവചരിത്രമല്ല ഒരു ചരിത്രം എന്ന് പറയുന്നത്. ഈ പുനലൂരിലെ പാലത്തെ കുറിച്ചും റെയിൽവേ സ്റ്റേഷനെ കുറിച്ചും ട്രെയിനിനെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് അവിടെ അതിനുവേണ്ടി ജീവൻ ബലികൊടുക്കേണ്ടി വന്ന അനേകം മനുഷ്യരുടെ ചോരയും കണ്ണീരും വിയർപ്പും അവിടെ ഉണ്ടെന്നും അവർക്ക് ആദരവാണ് ഈ പുസ്തകത്തിന്റെ ഒരു ഭാഗത്ത് കൊടുക്കുന്നത്. അതിന് ഏറ്റവും വലിയ കാര്യമാണ്. അപ്പൊ തെങ്കാശിയെ കുറിച്ച് പറയുന്ന സമയത്ത് അവിടുത്തെ തൊഴിലാളികളുടെ ജീവിതത്തെ കുറിച്ച് പറയുമ്പോൾ അത് തെങ്കാശിയുടെ ഒരു പ്രാദേശിക ചരിത്രം മാത്രമാവുന്നില്ല,
അത് അവസാനിപ്പിക്കുന്നത് കൃഷ്ണകുമാർ അവിടെ മുഗൾ കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോയിട്ടാണ്. അവിടെ താജ്മഹലിന്റെ നിർമ്മാണവും അതിൽ ബലിയർപ്പിക്കേണ്ടി വന്ന ഒരുപാട് ജീവനുകളും വരുന്നു. അപ്പൊ ഒരു പ്രാദേശിക ചരിത്രം എന്നുള്ളത് ഒരു ദേശ ചരിത്രമായി മാറും, അതോടൊപ്പം ചേരുന്നു. അപ്പൊ ദേശ ചരിത്രവും നമ്മുടെ പ്രാദേശിക ചരിത്രവും തമ്മിൽ ചില കാര്യങ്ങളിൽ വലിയ അന്തരങ്ങളില്ല എന്ന് സൂക്ഷ്മമായി പരിശോധിക്കാൻ കൃഷ്ണകുമാറിന് അവിടെ ഏതൊക്കെയോ അധികാര മുന്നേറ്റങ്ങളിൽ തേഞ്ഞു പോകുന്ന മനുഷ്യ ജീവിതങ്ങളുടെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയായിട്ട് ആദ്യ ഭാഗത്ത് ഈ പുസ്തകം എനിക്ക് അനുഭവപ്പെട്ടു. ആ ഒരു അനുഭവം കൂടി, ബാക്കി നമുക്ക് വലിയ പറയാം, ആ ഒരു അനുഭവം കൂടി വളരെ ഗംഭീര പ്രൗഢമായ എന്നാൽ ലളിതമായ ഭാഷയിൽ, ഇത്രയും കാഠിന്യമുള്ള ഭാഷയിൽ പ്രൗഢമായത് പറയുക എന്നല്ല, വളരെ ലളിതമായ രീതിയിൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയത്തിന്റെ, സൂക്ഷ്മ രാഷ്ട്രീയത്തിന്റെ, ചരിത്രത്തിന്റെ ഒക്കെ അംശങ്ങൾ കൃഷ്ണകുമാർ ചേർത്തു എന്നതിൽ വളരെ സന്തോഷമുണ്ട്. തീർച്ചയായും ശ്രീ ബാബു രാമചന്ദ്രൻ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇന്ന് ദൃശ്യമാധ്യമങ്ങളിൽ ഏറ്റവും നന്നായി കഥ പറയാൻ അറിയുന്ന ഒരാളാണ്. കഥയുടെ ആ മാധ്യമത്തെ, സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്ന മാധ്യമത്തെ ഏറ്റവും നന്നായി ഉപയോഗിക്കുന്ന ഒരാളാണ്. വല്ലാത്തൊരു കഥ ഇടയ്ക്ക് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ബാബു. നമുക്കറിയാം ഈ സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നത് ഒരു വളരെ ക്രാഫ്റ്റ് വേണ്ട ഒരു കാര്യമാണ്. അതിനൊരു രൂപം ഉണ്ടാവണം, ഘടന ഉണ്ടാവണം, ബോറടിപ്പിക്കാതെ ആ കഥ പറയണം. നമ്മളൊക്കെ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. ഈ ഒരു പുസ്തകത്തിൽ സാധാരണഗതിയിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരു യാത്രാ വിവരണം എന്ന് പറയുന്നത് നമുക്കറിയാം, അത് യാത്ര തുടങ്ങുന്നു, പോകുന്ന വഴിക്ക് കാണുന്ന കാഴ്ചകളുണ്ട്, യാത്ര അവസാനിക്കുന്നു, അതിനിടയിൽ കയറി വരുന്ന ചില അനുഭവങ്ങളായിരിക്കും. പക്ഷെ എനിക്ക് തോന്നിയത് ഈ നൂറ്റാണ്ടുകളുടെ നടകളിൽ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയി എടുത്തു പറയേണ്ട ഒരു കാര്യം, അതിനിടയിൽ എങ്ങനെയാണ് സ്വന്തം ജീവിതത്തെ, അനുഭവങ്ങളെ, വ്യക്തികളെ, ചരിത്രത്തെ, കാഴ്ചപ്പാടുകളെ ഒക്കെ കൊരുത്തു വച്ചിരിക്കുന്നത് എന്നുള്ളത് വളരെ വളരെ അത്ഭുതകരമായി തോന്നി. ഇത്രയും നല്ലൊരു ഭാഷ കൃഷ്ണകുമാർ ആർജിച്ചെടുത്തിട്ടുണ്ട് എന്നതിൽ എനിക്ക് വലിയ അഭിമാനവും തോന്നി. ബാബുവിന് ആദ്യ വായന എങ്ങനെയായിരുന്നു? ഞാൻ വായിക്കുന്നതും ഉറപ്പായിട്ടും ഞങ്ങൾ രണ്ടുപേരും പരീക്ഷയ്ക്ക് പഠിക്കാതെ പോയി എസ് എഴുതുന്ന ആൾക്കാർ, ഇതിനെ പഠിച്ചിട്ട് എസ് എഴുതുന്നതാണ്. ഈ അധ്യാപന വ്യത്യാസം കാണും. പക്ഷെ ഞാനൊരു മനുഷ്യൻ എന്ന നിലയ്ക്ക്, ഒരു സാധാരണക്കാരൻ എന്ന നിലയ്ക്ക് വായിക്കുമ്പോൾ ഇതിലെനിക്ക് ശ്രദ്ധേയമായിട്ട് തോന്നിയൊരു കാര്യം, ഒരിക്കലും ഇത് വായിക്കുമ്പോൾ ഈ മനുഷ്യന്റെ ഒരു രൂപമോ അദ്ദേഹത്തിന്റെ പരിമിതികളോ ഒന്നും മനസ്സിൽ വരില്ല. അതിനൊരു ആയുധമായിട്ടോ അല്ലെങ്കിൽ പരിചയമായിട്ടോ അല്ലെങ്കിൽ ഒരു കാരണമായിട്ടോ ഞാൻ പറയുന്നില്ല. അത് സ്വാഭാവികമായിട്ടുള്ള ഘടകം എന്ന നിലയ്ക്ക് ഇതിൽ പോവുകയും ഒരർത്ഥത്തിൽ വേറൊരു കാര്യം നമ്മൾ നോക്കേണ്ടത്, ഞാൻ ഒരു 10 വർഷം മുമ്പ് ഒരു 10-14 രാജ്യത്തായിട്ട് ജോലി ചെയ്തിരുന്ന മനുഷ്യനാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് ഞാൻ എവിടെയും പോകാതെ, 10 വർഷമായിട്ട് തിരുവനന്തപുരം വിടാത്ത ഒരാളാണ്. അപ്പൊ ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് എനിക്ക് യാത്ര ചെയ്യാനായിട്ട് ഉണ്ടായിരുന്ന കഴിവുകൾ ഞാനിപ്പോ ഇങ്ങനെ ആലോചിച്ചു. ഞാൻ എന്ത് കണ്ടിട്ടാണ് പോകാതിരുന്നത്? ഇത് കാണാൻ ഈ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് ആദ്യമായ കാര്യം, ഞാൻ നിരന്തരമായിട്ടൊരു യാത്ര പോകണം എന്നുള്ളൊരു തോന്നലുണ്ടാക്കി എന്നുള്ളതാണ്. അതാണ് ഒരു യാത്ര ചെയ്യുന്ന പുസ്തകത്തിന്റെ അടിസ്ഥാനമായിട്ടുള്ള ഉണ്ടാകേണ്ട ഒരു ക്വാളിറ്റി, ആളുകളെ യാത്ര ചെയ്യാൻ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ്. ഈ സ്ട്രെച്ചിൽ ഞാനും പോയിട്ടുണ്ട്. ഞാൻ രാമേശ്വരം പോയി, ഈ പറഞ്ഞ പോലെ നമ്മുടെ മറ്റേ സ്ട്രെച്ചിലൊക്കെ പോയി വന്നതാണ്. പക്ഷെ അതൊക്കെ എന്നെ ഓർമ്മിപ്പിച്ചു ഈ പുസ്തകം. പക്ഷെ അതിൽ നിന്ന് ഞാൻ യാത്ര പോയെങ്കിലും ഞാൻ പുസ്തകമൊന്നും എഴുതിയില്ല. എനിക്ക് ആക്ച്വലി അങ്ങനെ ഒരു ഭാഷ, അങ്ങനെ ഒരു എക്സസൈസ് എനിക്ക് ചെയ്യാൻ തോന്നിയില്ല. എനിക്കിപ്പോ തോന്നുന്നത് ഇതുപോലെ യാത്ര പോകണമെന്നും മറ്റെങ്കിൽ ഇതുപോലെ പുസ്തകം എഴുതണമെന്നും ഒക്കെ ഉള്ളൊരു തോന്നലുണ്ടായി. പക്ഷെ ഞാൻ എന്നെ ഈ പുസ്തകത്തിൽ ആദ്യം സ്പർശിച്ചൊരു കാര്യം ചോദിക്കുകയാണെങ്കിൽ, ഇതിൽ കുറെ ചെറിയ കഥകൾ, കൊച്ചു മൈക്രോ സ്റ്റോറീസ് ഇതിനകത്ത് എന്നെ സ്പർശിച്ചൊരു കഥ ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കും. ഒരു ചെറിയൊരു പാരഗ്രാഫാണ് എഴുതിയാണ്. ഈ പാരഗ്രാഫിലേക്ക് ചെറിയൊരു കണ്ണുനീരോടെ അല്ലാതെ വായിച്ചു തീർക്കാനാവില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. ഒരു 2-3 പാരഗ്രാഫ് മാത്രമേ ഉള്ളൂ. ബാക്കി പുസ്തകത്തിൽ നിങ്ങൾ പൂർണ്ണമായിട്ട് വായിച്ചാൽ മതി. എന്നാലും ആ പുസ്തകം വായിക്കാൻ ഈ പാരഗ്രാഫുകൾ നിങ്ങളെ പ്രേരിപ്പിച്ചേക്കാമെന്ന് എനിക്ക് തോന്നുന്നു. അതിന് എന്തോ മഹാനുഭാവുലു എന്ന് പറഞ്ഞ അധ്യായമുണ്ട്. അതിനകത്ത് അദ്ദേഹം എഴുതുന്നത്, കാവേരി നദി തമ്പുതു പോലെ മൃദുവായി വെട്ടുന്ന തഞ്ചാവൂരിൽ നിന്നും തമിഴ്നാട്ടിലെ 3ാമത്തെ ദിവസം ആരംഭിക്കുകയാണ്. രാവിലെ അമ്മയെ വിളിക്കാൻ ശ്രമിക്കുമ്പോൾ ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. തൊണ്ടയിൽ കഫം നന്നായി അടിഞ്ഞിട്ടുണ്ട്. കൈയെടുത്ത് അമ്മയെ തട്ടി വിളിക്കാമെന്ന് വെച്ചാൽ അതൊട്ട് ചലിക്കുകയുമില്ല. എന്റെ ചലനവും ജീവിതവും എല്ലാം ശബ്ദത്തെ വിശ്വസിച്ചാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതൊന്ന് ഇടറിയാൽ പിന്നെ ഞാനില്ല. അല്പനേരം വല്ലാത്തൊരു ശൂന്യത എന്നെ വന്ന് മൂടിയതുപോലെ തോന്നി. കഴിഞ്ഞ ദിവസം ചുമയും ചില അസ്വസ്ഥതകളും മാത്രമേ ഉണ്ടായിരുന്നു. മധുവിനെ കടുത്ത വെയിലും ജിഗർത്തണ്ടയുടെ രുചിയിൽ മുങ്ങിയപ്പോൾ തൊണ്ട വഴി ഇറങ്ങിയ തണുപ്പും 200 കിലോമീറ്റർ നിർത്താതെയുള്ള യാത്രയും കല്ലടയിൽ രാവിലെ സന്ധ്യാസമയത്തെ കാറ്റും ഒക്കെ
എന്റെ ശ്വാസകോശത്തിലെ അണുബാധ കൂട്ടിയിട്ടുണ്ട്. പതിയെ തൊണ്ടയിലെ കട്ടിയുള്ള കഫത്തെ മുക്കിയും ഞെരുക്കിയും ഒക്കെ ഒരുവിധം പുറത്തെത്തിച്ചു. എന്നിട്ട് അമ്മ എന്ന് വിളിച്ചു. അമ്മയുടെ ഗർഭപാത്രത്തിന്റെ തടവിൽ നിന്നും പുറത്തു ഭൂമിയിലേക്ക് വരുന്ന ജീവൻ സന്തോഷം കൊണ്ട് നാലു ദിക്കും പൊട്ടുമാറ് എന്ന് തോന്നുന്ന ആ ആദ്യ ശബ്ദം പുറത്തുവിടും പോലെയാണ്. പൊട്ടുമാറ് ഉച്ചത്തിൽ പുറപ്പെടുവിക്കുന്ന ശബ്ദമുണ്ട്. കേൾക്കുന്നവർക്ക് കരച്ചിൽ എന്ന് തോന്നുന്ന ആ ശബ്ദം പുറത്തുവിടും പോലെയാണ് ഞാൻ അമ്മയെ വിളിച്ചത്. പുലർച്ചെ തന്നെ കുളിയും കഴിഞ്ഞ് ഞാൻ എഴുന്നേൽക്കുന്നതും കാത്തിരിക്കുകയായിരുന്നു അമ്മ എന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ തൊട്ടുപുറകിൽ നിൽക്കുമ്പോൾ ശബ്ദം കൊണ്ടുപോലും അയാളെ തൊടാൻ കഴിയാതെ പോകുന്ന സഹായാവസ്ഥ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒന്നാണ്. മനുഷ്യന്റെ സൗന്ദര്യബോധത്തിന്റെ ദൃഢനിശ്ചയത്തിന്റെ കഠിന പ്രയത്നത്തിന്റെ മകുടോദാഹരണം തൊട്ടപ്പുറത്ത് ഇങ്ങനെ തലയുയർത്തി നിൽക്കുമ്പോൾ അതേ മനുഷ്യൻ എത്രമാത്രം നിസ്സാരനാണ് എന്ന് ഈ അനുഭവം വീണ്ടും എന്നെ ഓർമ്മിച്ചു. അതായത് ഞാൻ വായിച്ചത് മനസ്സിലാവാത്ത കാര്യം പറയണം. അദ്ദേഹം അമ്മയെ വിളിക്കണമെന്ന് ആഗ്രഹിച്ചു. അമ്മ എവിടെയാണ് വന്നാൽ കൊള്ളാമെന്ന് തോന്നി അദ്ദേഹം വിളിച്ചു. പക്ഷെ തൊണ്ടയിൽ കഫമായതുകൊണ്ട് ആ വിളി പുറത്തേക്ക് വരുന്നില്ല. പിന്നീട് തൊണ്ടയെല്ലാം ക്ലിയർ ചെയ്ത് അദ്ദേഹം വിളിച്ചപ്പോൾ അമ്മ തൊട്ട് പിന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ തിരിഞ്ഞു നോക്കാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മളൊക്കെ എത്ര വലിയ പ്രിവിലേജുകൾ അനുഭവിച്ചുകൊണ്ടാണ് പോകുന്നത് എന്നും നമുക്ക് എന്തൊക്കെ സൗകര്യങ്ങളാണ് ഉള്ളത് എന്നും നമുക്ക് പെട്ടെന്ന് ഉറപ്പ് വരുന്നത് ഇങ്ങനെ ഒരു എഴുത്ത് വായിക്കുമ്പോഴാണ്. ആ ഒരു തോന്നൽ വളരെ ശക്തമായ രീതിയിൽ നമ്മുടെ മനസ്സിൽ ഉണ്ടാകും. പലപ്പോഴും നമ്മൾ പറയുന്ന ഒഴിവുകഴിവുകൾ എത്രത്തോളം വ്യാജമാണ് എന്ന് നമ്മളെ തോന്നിപ്പിക്കുന്ന ഒരു എഴുത്താണത്. ഞാൻ ആ ഭാഗം വായിച്ചു കഴിഞ്ഞാൽ എനിക്ക് ശക്തമായ കരച്ചു തോന്നുന്നു. അപ്പൊ അങ്ങനെ ഒരുപാട് മുഹൂർത്തങ്ങൾ ഈ പുസ്തകത്തിനകത്തുണ്ട്. നമ്മുടെ പറഞ്ഞ പുസ്തകത്തിന്റെ വായനയുടെ സൗന്ദര്യത്തെ നശിപ്പിക്കുന്നില്ല. എന്റെ ആദ്യത്തെ ഒരു അനുഭവം എന്ന് പറയുന്നത് ഈ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും അദ്ദേഹത്തിനുണ്ടാകുന്ന അനുഭവങ്ങൾ നമ്മൾ സ്പർശിക്കും കൃത്യമായി. അപ്പം അതെനിക്ക് വളരെ ടച്ചിങ് ആയിട്ട് തോന്നി. ഇങ്ങനത്തെ അനുഭവങ്ങൾ ഇതിനകത്ത് നിരവധിയാണ്. അതേ ഭാഗം നോട്ട് ചെയ്ത് വായിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയായിരുന്നു ഞാൻ. അതേ വരികൾ തീർച്ചയായും നമ്മൾ എത്ര തൊട്ടു പിന്നിൽ നിൽക്കുന്ന അമ്മയെ വിളിക്കാൻ പറ്റാതിരിക്കുമ്പോഴാണ് നമ്മള് നിസ്സാരനാണെന്ന് മനസ്സിലാക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ അതേ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അതേ പരിമിതികൾ ഒക്കെ നിലനിൽക്കുമ്പോഴാണ് ഈ മനുഷ്യൻ നമ്മൾ ആരും അങ്ങോട്ട് വിളിച്ചില്ലെങ്കിൽ കൃത്യമായ ഇടവേളകളിൽ നമ്മൾ എങ്ങോട്ട് വിളിക്കും. അവന്റെ കണ്ണും നാക്കും മാത്രം ഉപയോഗിച്ച് അവൻ ഈ വലിയ നെറ്റ്വർക്കിനെ മുഴുവൻ മെയിൻറ്റെയിൻ ചെയ്യും. നമുക്ക് ബാബു പറഞ്ഞില്ലേ യാത്ര ചെയ്യാതിരിക്കാൻ തടസ്സം കണ്ടെത്തുന്നത്. അതുപോലെയാണ് നമ്മൾ സുഹൃത്തുക്കളെ വിളിക്കാതിരിക്കാനൊക്കെ നമുക്ക് തിരക്കാണ്, സമയം കിട്ടിയില്ല, അല്ലെങ്കിൽ നമുക്ക് വയ്യായിരുന്നു എന്നൊക്കെ പറയുന്ന വ്യാജ കാരണങ്ങൾ കണ്ടെത്തുന്ന നമ്മളെ പോലെയുള്ളവരുടെ ഇടയില് കൃഷ്ണൻ എങ്ങനെയാന്ന് വെച്ചാൽ കൃത്യമായി കൃഷ്ണൻ ഒരു ഇടവേളയുണ്ട്. എല്ലാവരെയും വിളിച്ച് അന്വേഷിക്കാൻ ഒരു ഇടവേളയുണ്ട്. ആ ഇടവേളയിൽ നമ്മളെ കണ്ടില്ലെങ്കിൽ ചേച്ചി സുഖമല്ലേ, സ്നേഹം എന്ന് പറഞ്ഞിട്ട് അവന്റെ ഒരു മെസ്സേജ്, ഒരു വോയിസ് നോട്ട് വന്നിരിക്കും. അത് കാണുമ്പോൾ നമുക്ക് ഇതേ ജാള്യത അനുഭവപ്പെടും. കൃത്യമായ സമയമുണ്ട്. അതെ അതെ അതെ. ഞാൻ ഓഫീസിൽ നിന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന വഴി. അപ്പൊ സാധാരണ നമ്മളൊക്കെ ആണെങ്കിൽ ഒരു ഉഴപ്പിയൊക്കെ 4:30 പറഞ്ഞു, 4:25 എത്താമെന്നൊക്കെ വിചാരിക്കും. ഞാൻ 3:15 വിളിച്ചു. എത്താറായോ, ഞാനിപ്പൊ തന്നെ അങ്ങ് വന്നേക്കിട്ടാണ്. കാരണം അവന്റെ സമയ ക്ലിപ്തതയെ കുറിച്ച് കൃത്യമായ ധാരണയുണ്ട്. ഓരോ കാര്യത്തിനും ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു 2 മാസം, നവംബർ 1 മറ്റോ ഈ പുസ്തകത്തെ പറ്റി നമുക്കൊക്കെ ഇരിക്കേണ്ടേ ചേച്ചി എന്ന് ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എൻ്റെ അടുത്ത് ഈ ഒരു പരിപാടിക്ക് വേണ്ടി. അപ്പൊ ഒരുപാട് കാര്യങ്ങളിൽ കൃഷ്ണൻ നമ്മളെ പഠിപ്പിക്കാറുണ്ട്, എന്നെ പഠിപ്പിക്കാറുണ്ട് തീർച്ചയായിട്ടും. ഈ പുസ്തകത്തിന്റെ കാര്യത്തിലും ആ ഒരു കൃത്യത അല്ലെ, എഴുത്തിൽ വേണ്ട ഒരു എന്താ പറയാ, ഒരു കൃത്യമായ അളവുകോലുകളില്ലേ ഗിരീഷ്, നമുക്ക് അത് എഴുതുമ്പോ എത്രത്തോളം വേണം എനിക്കറിയില്ല. കൃഷ്ണനത് അതിന്റെ ഒരു മീറ്റർ വെച്ചാണോ ഇത് പിടിച്ചെടുക്കണമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ആ മീറ്റർ എല്ലാം കറക്റ്റ് ആണ്. അതിൽ കൃത്യസമയത്ത് ഈ പറഞ്ഞതുപോലെ കൃഷ്ണൻ അറിയാതെയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അതിൽ വരുന്ന വൈകാരിക മുഹൂർത്തങ്ങളുണ്ട്. അത് കഴിയുമ്പോൾ നമുക്കൊരു പേസുള്ള യാത്രയുണ്ട്. അതിനടുത്തൊരു വ്യക്തി കടന്നു വരുന്നുണ്ട്. അങ്ങനെ ഒരു സിനിമാ കഥ എഴുതുന്നത് പോലെ അതിന്റെ ആ ക്രാഫ്റ്റ് നിങ്ങൾ രണ്ടുപേരും ശ്രദ്ധിച്ചിരിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ് അല്ലെ. അങ്ങനെ ആ വ്യക്തികൾ ഈ പുസ്തകത്തിലുടനീളം കൃഷ്ണന്റെ ജീവിതത്തിലേക്ക്, ഞാൻ ആ തുടക്കത്തിൽ വായിച്ച വരി പോലെ ജീവിതത്തിൽ നമ്മൾ അദൃശ്യമായി ബന്ധിക്കപ്പെട്ട ചരടുകൾക്ക് അപ്പുറത്തേക്ക് വരുന്ന മനുഷ്യരെ കുറിച്ച് പറയുന്നുണ്ട്. അവനെ ഇൻസ്പയർ ചെയ്ത മനുഷ്യന്മാർ ജീവിച്ച സ്ഥലത്തേക്ക് പോകുമ്പോൾ അവനുണ്ടാവുന്ന ആ അനുഭവങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ ഈ മുഹൂർത്തങ്ങൾ കോർത്തിണക്കിയിട്ടുള്ളത് അത് അതിമനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് തോന്നുന്നു അല്ലേ. ഋതുക്കളെ കുറിച്ച് വായിക്കുന്ന സമയത്ത് നമുക്കറിയാം, നമ്മൾ ഋതുക്കൾ പലതും ഇതിൽ കടന്നു വരുന്നു. ഇപ്പൊ വർഷകാലത്തിന്റെ ഓർമ്മ പറയുന്നുണ്ട്. ഈ ചാറ്റൽ മഴ നനഞ്ഞ് ഒരു മഴ മുഴുവൻ നനഞ്ഞതായുള്ള ഒരു ഓർമ്മ അദ്ദേഹം പറയുന്നുണ്ട്. വേനൽക്കാലത്ത് തെങ്കാശി എങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഋതു നമുക്ക് മുമ്പ് ഈ കാളിദാസന്റെ ഒക്കെ മേഘസന്ദേശമൊക്കെ വായിക്കുന്ന സമയത്ത് ഓരോ ഭൂപ്രദേശത്തിനും ഓരോ ഋതു വരുത്തുന്ന മാറ്റങ്ങളെ കുറിച്ച് ഇങ്ങനെ
അറിയാം സംസാരമൊക്കെ അതുപോലെ അത് കൃഷ്ണകുമാർ അറിഞ്ഞുകൊണ്ടാണോ എന്നറിയില്ല, പക്ഷെ എഴുതുന്ന സമയത്ത് വരുന്ന ആ ചാറ്റൽ മഴ നനഞ്ഞ ആ ഓർമ്മയിൽ പറയുന്ന ഒരു ഭാഗമുണ്ട്. അതായത് നമ്മൾ എന്തിനെ എങ്ങനെ നോക്കി കാണുന്നു എന്നുള്ളതാണ് ആ ഒരു അനുഭവം എന്നുള്ളത്. അപ്പൊ ചിലപ്പം ഒരു മഴ മുഴുവൻ നനയാൻ മഴ നനയാനില്ല, ആ ഒരു ചാറ്റൽ തുള്ളി മതി. കൃഷ്ണകുമാറിനെ സംബന്ധിച്ച് ആ മഴ മുഴുവൻ നനയാൻ കഴിയില്ല. അതുകൊണ്ട് സാധാരണ നമ്മൾ ഈ ന്യായത്തിലൊക്കെ പറയുന്നത് ഒരു അരിമണി മാത്രം എടുത്താൽ മതി മുഴുവൻ വെന്തി അല്ലെങ്കിൽ വേവ് ഉണ്ടോ എന്ന് അറിയാൻ. അതുപോലെ ഒരു ഒറ്റ മഴത്തുള്ളി മതി ഒരു മഴ മുഴുവൻ അറിയാൻ. അതായത് ചെറിയൊരു പുൽപ്പെടുത്തുമ്പില് ആ മഞ്ഞുരുളിയിൽ പോലും വലിയൊരു പ്രഭാതത്തെ കാണാനുള്ള ആ ഒരു പോസിറ്റീവ് എനർജിയാണ് ഈ പുസ്തകത്തിൽ ഉടനീളം മുഴുവൻ. അതുപോലെ ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞു, അവരുടെ രുചിയുടെ ഒരു ചരിത്രം പറയുന്നു. ഇപ്പൊ മധുരയിൽ പോകുന്ന ഭാഗം പറയുന്നുണ്ട്. മധുരയിൽ പോകുന്ന സമയത്ത് മധുരയുടെ വെറുതെ കെട്ടിടങ്ങളും ഇതുമല്ല പറയുന്നത്, അതിനപ്പുറത്ത് അവർക്ക് ഓരോ ഭക്ഷണം കഴിച്ചിട്ടാണ് വയ്യാണ്ടായത്. ജിഗർത്തന്റെ ചരിത്രം മുഴുവൻ പറഞ്ഞതുമാണ്. അത് അവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചെന്ന് പറഞ്ഞാൽ ഈ ഭക്ഷണത്തിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ വെറുതെ പറഞ്ഞ് അവസാനിക്കില്ല. തങ്ങളുടെ ജീവിതം ഇത്തരം കാര്യങ്ങളിലൂടെ വലിയൊരു വിജയമാക്കി തീർന്ന മനുഷ്യരെ കുറിച്ച് അവിടെ പറയുന്നു. ഇപ്പോ പാരഗൺ ഹോട്ടലിന്റെ കാര്യം പറയുന്നത് കാണിക്കത്തില്ലേ, മധുരയിൽ നിന്ന് നേരെ എത്തുന്നത് പാരഗണിലേക്കാണ്. പാരഗൺ ഹോട്ടൽ എങ്ങനെയാണെന്നും അതിന്റെ വിജയം എങ്ങനെയാണെന്നും, ഇപ്പൊ പരാജയപ്പെട്ടതും ദുരന്തത്തിലകപ്പെട്ടതായ മനുഷ്യരെ കുറിച്ചല്ല, ഏത് പരാജയത്തിലും ഏത് ദുരന്തത്തിലും വലിയ വിജയഗാഥകളിലേക്ക് എത്തിയ മനുഷ്യരുടെ വളരെ പോസിറ്റീവായിട്ടുള്ള എനർജി നൽകുന്ന ഒരു പുസ്തകമായിട്ടാണ് ഇത്. പലപ്പോഴും ഈ പുസ്തകം വായിച്ച ശേഷമാണ് സ്വയം നമുക്കൊരു കുറ്റബോധം ജാള്യതൊക്കെ തോന്നുന്നത്. കാരണം ചെറിയ ചെറിയ നിരാശയിൽ പോലും നമ്മൾ വളരെ തകർന്നടിഞ്ഞ് മുറിയിലിരിക്കുന്ന ഒരു സ്വഭാവം എനിക്കൊക്കെ അങ്ങനെയുണ്ട്. ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇത്രയും ഊർജ്ജമുള്ള മനുഷ്യരെ കുറിച്ചാണ് ഈ പുസ്തകം ഉള്ളത്. സ്വാഭാവികം ഇത് വായിക്കുമ്പോൾ ഏത് നിരാശയിൽ ഉള്ള മനുഷ്യനും ഒന്ന് ഉണർന്നെഴുന്നേൽക്കും. അതാണ് ഈ പുസ്തകത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയും അതിലൊരു സാധ്യതയും ആക്കിയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാലാവസ്ഥയെ പറ്റി പറഞ്ഞു കൊടുത്തത് ഞാൻ പലപ്പോഴും എപ്പിസോഡിൽ ശ്രദ്ധിക്കുന്നത്, ഞാനിപ്പോ കഴിഞ്ഞ എപ്പിസോഡിൽ കൃഷ്ണ കണ്ടെന്ന് തോന്നുന്നു. റഷ്യയിലെ ഒരു സ്ഥലത്ത് കൃഷ്ണകുമാർ ഉപയോഗിക്കുന്ന ഏറെക്കുറെ അറിയാതെ ഉപയോഗിക്കുന്ന ഷോളോക്കോവിന്റെ ഒരു ടെക്നിക്കാണ്. ആ മനുഷ്യനെ അവിടെ കൊണ്ട് പ്ലേസ് ചെയ്യും. നമ്മൾ ചുറ്റും നോക്കി നമ്മൾ കാണുന്നത് പറഞ്ഞു ആക്ച്വലി വായിക്കുന്ന ആളും കൂടെ അവിടെ പ്ലേസ് ആവുന്ന അനുഭവം അതിനകത്ത് കൊണ്ടുവരുന്നുണ്ട്. ആക്ച്വലി അത് വലിയൊരു അറ്റൻഷന്റെ ഡീറ്റെയിൽ എന്ന് പറയുന്നത് വളരെ വലിയൊരു. എനിക്ക് അത് കൃഷ്ണനോട് തന്നെ ഒന്ന് ചോദിക്കണമെന്നുണ്ട്. ഇത് സത്യത്തിൽ കൃഷ്ണൻ ആദ്യമായിട്ടാണ് എഴുതുന്നത്, ഒരു ബുക്കായിട്ട് എഴുതുന്നത്. നീ ചെറിയ ചെറിയ കുറിപ്പുകളൊക്കെ എഴുതും, നന്നായി സംസാരിക്കും. കൃഷ്ണൻ ഒരു പ്രാസംഗികനാണ്, സ്ഥിരമായി വേദികളിൽ സംസാരിക്കുന്ന ആളാണ്. ഇവിടെ എല്ലാവർക്കും അറിയാം കൃഷ്ണനെ കുറിച്ച്, എന്നെ പോലെ തന്നെ അറിയുന്നവരാണ് ഇതിൽ പലരും. അപ്പോ അവന് നല്ല ഭാഷ കൈവശമുണ്ട്, നന്നായി സംസാരിക്കുമെന്ന് എനിക്കറിയാം. നല്ല വായനയുള്ള ആളാണ്, നല്ല ആളുകളുമായിട്ടുള്ള നന്നായി സംസാരിക്കുന്നവരുമായിട്ടുള്ള സംസർഗം അവനിൽ ഉണ്ടാക്കിയ കുറെ പോസിറ്റീവ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഒരു പുസ്തകം എഴുതുമ്പോൾ കൃഷ്ണ അതിന് ഈ പറഞ്ഞതുപോലെ ഒരു ക്രാഫ്റ്റ് വേണം. എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു FB പോസ്റ്റ് എഴുതാൻ പറ്റും. ഞാൻ ഭാഷ കൊണ്ട് ജീവിക്കുന്ന ഒരാളാണ്, ഭാഷയാണ് എന്റെ ആയുധം. പക്ഷെ എന്നാലും എനിക്കൊരു പുസ്തകം എഴുതാന്നുള്ള ഒരു കോൺഫിഡൻസ് വരില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എന്റെ ധാരണ എനിക്ക് ആ ക്രാഫ്റ്റ് അറിയില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഞങ്ങൾ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങളില്ലേ, അതായത് ഇപ്പോ ഓരോ കൃത്യമായി തിരക്കഥയിലൊക്കെ വേണ്ടതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒരു ത്രില്ലിംഗ് മൊമെന്റ് വേണം, അല്ലെങ്കിൽ ഒരു ട്വിസ്റ്റ് വേണം എന്നൊക്കെ പറയണ വഴി ഒരു കഥാപാത്രം വരുന്നു, ഒരു കഥ വരുന്നു, അടുത്ത കഥാപാത്രം വരുന്നു, അടുത്ത അനുഭവം വരുന്നു, ഒരു ചരിത്രം വരുന്നു. ഈ ടെക്നിക്ക് എങ്ങനെയാണ് അത് നീ അങ്ങ് എഴുതി പോയപ്പോ വന്നതാണോ അതോ അതിലൊരു ഡിസൈൻ ഉണ്ടായിരുന്നോ? ചേച്ചി വിർജീനിയ വുൾഫിന്റെ ഒരു വാചകമുണ്ട്, 1000 പുസ്തകങ്ങൾ വായിച്ചാൽ വാക്കുകൾ പുഴ പോലെ ഒഴുകുന്നു. ഇതിന്റെ ഉത്തരം എനിക്ക് അറിയില്ല എന്നുള്ളതാണ്. പുസ്തകം എഴുതി തുടങ്ങുന്ന സമയത്താണെങ്കിൽ ഇതേപോലെ ഒരു ദിവസം അന്നമീൻ അവൻ കോളേജിൽ നിന്ന് വന്നിട്ട് സെറ്റ് ചെയ്തിങ്ങനെ കിടക്കുക. അപ്പോൾ യാത്ര കഴിഞ്ഞു ചെറിയ കുറിപ്പ് എഴുതി, ഒരു ചെറിയ കുറിപ്പെന്ന് പറയുമ്പോൾ 60-65 പേജുള്ള ഒരു ലേഖന എഴുതി മാതൃഭൂമി യാത്രയ്ക്ക് കൊടുക്കണം. അപ്പൊ അതിന്റെ ഒരു ഭാഗം അവർ പബ്ലിഷ് ചെയ്യുന്നു. അപ്പൊ പതിവ് വർത്തമാനത്തിനിടയിൽ അന്നൂടെ ഞാൻ പറയണ്ട, ഇങ്ങനെയാണ് മാതൃഭൂമി ചെയ്യുന്നത്, നമ്മൾ എഴുതേണ്ട ഒരു ഭാഗമാണ് വരിക, ചേട്ടാ അതങ്ങ് പുസ്തകമാക്കിക്കൂടെ എന്ന് എന്നോട് ചോദിക്കുക. അപ്പൊ ഒരു 65-70 പേജ് മാതൃഭൂമിയിൽ നിന്ന് തന്നെ യാത്രയിൽ നിന്ന് തന്നെ മാതൃഭൂമി ബുക്സിലേക്ക് കൊടുക്കുന്നു.
അവരെ തന്നെ വിളിക്കുന്നു നമുക്കിതൊരു പുസ്തകമാക്കാം എന്ന് പറഞ്ഞിട്ട്. 1.5 മാസത്തിനുള്ളിൽ എഴുതി തരാമെന്ന് പറഞ്ഞ് ഇത് തുടങ്ങായിരുന്നു. തുടങ്ങുന്ന സമയത്ത് പുസ്തകത്തിന്റെ ആദ്യത്തെ വരി റൂമിയുടെ യാത്ര തുടങ്ങുമ്പോൾ വരിക തുറക്കപ്പെടും എന്നതും അവസാനത്തെ എങ്ങനെയോ ചന്ദ്രശേഖരന്റെ 4 വരിയും മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. ഒരു സാധനവും എൻ്റെ അമ്മ സത്യം വന്നു പോയതാണ്. ഞാൻ പ്ലാൻ ചെയ്ത് എഴുതിയതല്ല. ഇപ്പൊ ബാബുചേട്ടൻ പറഞ്ഞ അദ്ദേഹത്തിന്റെ പേരെന്താ ഞാൻ മറന്നുപോയി, ഷോളഹോവിനെ കുറിച്ച് പറഞ്ഞു. ഞാനൊരു വായിച്ചിട്ടുണ്ട്. അപ്പൊ ഷോളഹോവിനെ കുറിച്ച് പറഞ്ഞു, ഞാൻ മോശമല്ലാത്തൊരു വായനക്കാരനാണ്. ചേച്ചി പറഞ്ഞതുപോലെ ഈ വായിച്ച പുസ്തകങ്ങൾ സഞ്ചരിച്ച എഴുത്തുകാർ ഇവരെയൊക്കെ ഒരു സ്വാധീനം എന്നിൽ ഉണ്ടാകുമോ എന്നൊരു വല്ലാത്ത ഭയം എനിക്ക് ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരു 25-30 പേജ് ഞാൻ എഴുതിയിട്ടൊരു 4 പേർക്ക് കൊടുത്തു. അത് പ്രിയപ്പെട്ട സുഭാഷ് ചന്ദ്രൻ ഉൾപ്പെടെയുണ്ട്. ഓരോരുത്തർ ഞാൻ ചോദിച്ചു, നിങ്ങൾ വായിച്ച ഏതെങ്കിലും മനുഷ്യന്മാരെ പരിചയമുള്ള ഏതെങ്കിലും എഴുത്തുകാരെ നിങ്ങൾക്ക് ഇത് കാണാൻ കഴിയുന്നുണ്ടോ എന്ന് ചോദ്യം ഞാൻ ചോദിച്ചു. 4 പേര് ഇന്നാന്ന് പറഞ്ഞിട്ടാണ് ബാക്കി 150 പേജിലേക്ക് ഞാൻ പോയത്. എനിക്കറിയില്ല അതെങ്ങനെ സംഭവിച്ചതാണ് എന്ന്. സംഭവിച്ചു പോയതാണ്. ഒരു പക്ഷേ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം എന്നൊക്കെ പറയാം. ഇത് ചെയ്ത വളരെ അപകടം പിടിച്ച പരിപാടിയാണ്. ഈ നിരൂത ഇതുപോലെ നിരൂത ആദ്യത്തെ കവിതാ സമാഹാരം ഇറങ്ങിയത് ഫേമസ് ആയി. 2ാമത്തെ കവിതാ സമാഹാരം അദ്ദേഹത്തിന് കിട്ടുന്നത് ഒരു റൈറ്റേഴ്സ് ബ്ലോക്കിന് ശേഷമാണ്. അപ്പൊ അതേ ഒരു മുറിയിലിരിക്കുമ്പോൾ പെട്ടെന്ന് നക്ഷത്രങ്ങൾ നിറഞ്ഞ ഒരു രാത്രി കാണുന്നു തോന്നും. അത് കണ്ട് പെട്ടെന്ന് മനസ്സിലുണ്ടായത് ഇതെല്ലാം ചേർത്ത് അധികം എഴുതി. ഇത് എഴുതിയിട്ടൊരു വിമർശകനാണ് കാണിച്ചത്. സംഗതിയൊക്കെ കൊള്ളാം, വളരെ നന്നായിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ എഴുത്തുകാരന്റെ സ്വാധീനം ഉണ്ടെന്ന്. അപ്പൊ ഇദ്ദേഹം ചെയ്തത് ഇത് ആ എഴുത്തുകാരനെ തന്നെ അയച്ചു കൊടുത്തിട്ട് ചോദിച്ചു, ഇതിൽ നിങ്ങളുടെ സ്വാധീനം ഉണ്ടോ? അദ്ദേഹം പറഞ്ഞു നന്നായിട്ടുണ്ട്, പക്ഷെ എന്റെ എഴുത്തുകളുടെ മാറ്റുകയാണെന്ന് അയ്യോ പറഞ്ഞു. അത് പക്ഷെ അവരാരും ഇത് വായിച്ചിട്ടുണ്ട്. പക്ഷെ എപ്പോഴെങ്കിലും അവരാരെങ്കിലും പറഞ്ഞെങ്കിൽ ഈ പുസ്തകം ഒരു പക്ഷെ ഉണ്ടാകുമോന്ന് പോലും സംശയമാണ്. കാരണം ഒരു 12 വർഷത്തോളം ആയിട്ട് പലരും ഇങ്ങനെ നിരന്തരം പറയുന്നതാണ് എഴുതുക എന്ന് പറയുന്നത്. അപ്പൊ എന്നെ അക്ഷരങ്ങളെ കൂട്ടിക്കൊണ്ടുപോയ എൻ്റെ അച്ഛനാണ്. അപ്പൊ എൻ്റെ ആദ്യത്തെ എഴുത്ത് എൻ്റെ അച്ഛനുള്ള സമർപ്പണമാണ്. ഈ പുസ്തകം ഞാൻ സമർപ്പിച്ചിരിക്കുന്നത് ആദ്യം എൻ്റെ അച്ഛനാണ്, 2ാമത് എൻ്റെ അമ്മയ്ക്കാണ്. അപ്പൊ എൻ്റെ അച്ഛന് ഞാൻ എന്ത് കൊടുക്കുമ്പോഴും എൻ്റെ ഏറ്റവും ബെസ്റ്റ് കൊടുക്കണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു 3 പേരുടെ വാക്ക് തുറന്ന് എഴുതാൻ സ്വാധീനിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും. ചേച്ചി ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഐ ഡോണ്ട് നോ എന്നതാണ് എൻ്റെ ഉത്തരം. ഈ ദൈവത്തിന്റെ അനുഗ്രഹം എന്ന് കൃഷ്ണൻ പറഞ്ഞപ്പോ ഇതിൽ ദൈവത്തെ പറ്റി കൃഷ്ണൻ വളരെ ഡീപ്പായ ഒരു തോട്ട് പങ്കുവച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ്: അന്നും ഇന്നും എന്നും എല്ലാ മനുഷ്യന്മാർക്കും ഒപ്പം നിൽക്കാത്ത ദൈവകഥകളിൽ ഒന്നും ചേർന്ന് നിൽക്കാൻ എനിക്ക് കഴിയാറില്ല. അതുകൊണ്ട് ആ പാവം മനുഷ്യൻ പറഞ്ഞ വർത്തമാനം കേട്ട് ഞാൻ ചിരിച്ചുപോയി. നമ്മുടെ ദൈവസങ്കല്പങ്ങളെ ഒന്ന് പൊളിച്ചെഴുതേണ്ടതാണെന്ന് തോന്നിയിട്ടുണ്ട്. ഈശ്വരൻ ഒപ്പമുണ്ട് എന്നത് ഉറപ്പുള്ള ഒന്നാണ്. വിളക്ക് കൊളുത്തിയില്ലെങ്കിൽ പിണങ്ങുന്ന, കിട്ടാത്തതിന് ചോദിച്ചു വാങ്ങുന്ന ഒന്നല്ല അത്. മനുഷ്യന്റെ കുഞ്ഞു ബുദ്ധി കൊണ്ട് ആ പരമ ചൈതന്യത്തെ എത്രമാത്രം വക്രീകരിച്ചിരിക്കുന്നു. അതിൽ നിന്ന് പുറത്തെത്തുക എന്നത് അത്ര എളുപ്പമല്ല. നമ്മള് വളരെ ഈസി ആയിട്ട് പ്രശ്നങ്ങളിൽ നിന്ന് പരിഹാരം കാണാൻ അല്ലെങ്കിൽ ഒളിച്ചോടാൻ ഒക്കെ നമ്മൾ ഇപ്പം ശ്രീനിവാസന്റെ ഒരു ഓർമ്മകളിലൊക്കെ നമ്മൾ നിൽക്കുന്ന സമയമാണ്. അപ്പൊ നമ്മൾ ഒളിച്ചോടാനും ഈശ്വരനെ ആശ്രയിക്കുന്നത് നമ്മൾ ശ്രീനിവാസന്റെ സിനിമകൾ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ അഭയം തേടാനും ദൈവത്തെ ആശ്രയിക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ കൃഷ്ണൻ ദൈവത്തെ പറ്റി പറയുമ്പോൾ അത് വളരെ ക്ലാരിറ്റി ഉണ്ട്. ദൈവമല്ല, നമ്മളൊക്കെ കൂടി ദൈവത്തെ പോർട്രേ ചെയ്ത് വെച്ചിരിക്കുന്നതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതിൽ നിന്ന് പുറത്തു കിടക്കാം. അതൊക്കെ എത്ര എനിക്ക് തോന്നുന്നു ഇപ്പൊ ബോബി അച്ഛനെ പോലെയുള്ളവരുടെ സ്വാധീനം കൃഷ്ണൻ വളരെ കാര്യമായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ബുക്കുകളൊക്കെയാണ് കൃഷ്ണന് ഏറ്റവും ഇഷ്ടമുള്ള പുസ്തകങ്ങൾ എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോ അത്തരം ആഴത്തിലുള്ള ദർശനങ്ങൾ എന്നൊക്കെ പറയാമോ എന്ന് എനിക്കറിയില്ല. അവൻ എന്തായാലും അതിനെ ദർശനമായിട്ടൊന്നും കാണുന്നുണ്ടാവില്ല. പക്ഷെ ആ തോട്ട്സ്,
ഇത് മാത്രമല്ല പല ഭാഗത്തായിട്ട് അത്തരം ആഴത്തിലുള്ള ഫിലോസഫികളൊക്കെ കടന്നു വരുന്നുണ്ട് അല്ലെ. ബാബുവിന്റെ ശ്രദ്ധയിൽപ്പെട്ട് കാണുമല്ലോ സ്വാഭാവികം. ദർശനങ്ങളോട് തോന്നിയ കാര്യങ്ങളാണ്. ഇതിപ്പോ നമ്മൾ അങ്ങനെ ഗ്രേഡ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ ഇത് വായിച്ചതിന്റെ പല ഭാഗത്തും ഇതേപോലെ സമാനമായിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പം വേറൊരു ഭാഗത്ത് അതായത് വിത്തുകളെ പറ്റിയൊക്കെ എഴുതിയ ഭാഗത്ത് ഇതുപോലെ ഒരു നിരീക്ഷണം ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ. വിത്തുകളെ പറ്റി പറയുന്ന ഭാഗത്ത് പുള്ളിക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. വിത്തുകളെ കുറിച്ച് പുള്ളി പറയുന്നത് ഒരു ഇതിലൊക്കെ നിരീക്ഷണം മൈക്രോ ഒബ്സർവേഷൻസ് ഇതിനകത്ത് പുള്ളിയുടെ നിരവധി ഉണ്ട്. വിത്തുകൾ ഭാരമായി മാറിയാൽ നമ്മുടെ പാമ്പൻ പാലം കടക്കുന്ന സമയത്ത് എഴുതിയാണ് തന്നെ. അങ്ങനെ ഒരുപാട് ഒബ്സർവേഷൻസ് ഇതിനകത്തുണ്ട്. പക്ഷെ ഞാൻ വീണ്ടും പറയണേ, എന്നെ ഈ പറഞ്ഞ വിത്തുകൾ ഈ പറഞ്ഞ നിരീക്ഷണം പുള്ളി ഹ്യൂമൻ ഇമോഷൻസിനെ ഹാൻഡിൽ ചെയ്യുന്ന ആ ഭാഗങ്ങളാണ് എന്നെ വല്ലാതെ ടച്ച് ചെയ്തത്. ഇപ്പം ഒരു ആക്സിഡന്റിന്റെ ഒരു ഡെപിക്ഷൻ എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യം ആ പറഞ്ഞ ആ ഭാഗം കഴിഞ്ഞ അടുത്ത ടച്ചിങ് ഭാഗം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടത്തെ എങ്ങനെയാണ് മാർക്ക് ചെയ്തതെന്നുള്ളതാണ്. ആ അപകടം നമ്മൾ കണ്ണുനിൽ കണ്ട അതേ ഫീല് ശരിക്കും ആ ഒരു ഭാഗം വായിക്കുമ്പോൾ. പക്ഷെ അതും വളരെ വൈകാരികമായ ഒരു മുഹൂർത്തത്തെ പ്രക്ഷുബ്ധമല്ലാത്ത രീതിയിലാണ്. അതെ, വളരെ കമ്പോസ്റ്റ്, വളരെ തിൻ ലൈനാണ്. ഒന്ന് കൈവിട്ടാൽ വളരെ മെലോഡ്രാമി ആകാൻ സാധ്യതയുള്ള വിഷയം. ഈ പുസ്തകം എഴുതുന്ന സമയത്ത് ഞാൻ കരഞ്ഞു പോയൊരു നിമിഷമാണ്. അത് അത്ര വളരെ ലളിതമായിട്ട് പറയും. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഇപ്പൊ ഈ ഇങ്ങനെ അമ്മയെ കുറിച്ചും അച്ഛനെ കുറിച്ചും സഹോദരിയെ കുറിച്ചൊക്കെ എഴുതി ആ നഷ്ടത്തെ മാർക്ക് ചെയ്തപ്പം കുഴപ്പമില്ലാത്ത നാട്ടിലാണ് എഴുതി പോകുന്നത്. എനിക്ക് പെട്ടെന്ന് ഓർമ്മ മുൻകൂടി വായിച്ചൊരു കാര്യം. അതായത് ഇറാഖിൽ ഇതുപോലെ ഒരു സ്ഥലത്ത് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന 4 കുട്ടികൾക്കിടയിലേക്ക് ഒരു ബോംബ് വന്നിട്ടുണ്ട്. അപ്പൊ 3 കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്ന നടത്തുന്ന 2 കുട്ടികൾ മരിച്ചു. ഒരു കുട്ടിയുടെ കാല് ചിന്ന ഭിന്നമായിട്ട് ആൾ ആശുപത്രിയിലാണ്. അപ്പൊ ഈ കുട്ടിയുടെ അച്ഛൻ അമ്മ ഒക്കെ വന്ന് ആ സമയത്ത് അവിടെ നിൽക്കുമ്പോൾ നേഴ്സ് റീഡ്രസ് ചെയ്യുമ്പോൾ അവർക്ക് കണ്ടോണ്ടൊക്കെ അവർ എഴുന്നേറ്റ് പോകും. അപ്പം ഈ നേഴ്സ് അത് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് കഴിയുമ്പോൾ ആ കുട്ടി അല്ല കുഴപ്പമില്ല എന്ന് പറയും. ആ കുട്ടി അപ്പൊ നേഴ്സ് എഴുതുന്നുണ്ട് അവൻ ഇത് കഴിഞ്ഞിട്ട് കുഴപ്പമില്ല എന്ന് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ എനിക്കൊക്കെ എന്തിന്റെ അസുഖമാണെന്ന് പറയുന്ന രസമുണ്ട്. ഇതേപോലെ എനിക്ക് വായിക്കുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നുന്നത് ജീവിതത്തിലെ വലിയ നഷ്ടങ്ങളെ പുള്ളി മാർക്ക് ചെയ്ത് അത്രത്തോളം അങ്ങനെ അബ്സോർബ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ ഇമോഷൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വെളിയിലോട്ടൊന്നും കാണാത്ത രീതിയിലാണ് പുള്ളി തന്നെ എഴുതിയിരിക്കുന്നത്. നഷ്ടം നമുക്ക് അപ്പോ 2 ഇരട്ടിയായിട്ട് ഫീൽ ചെയ്യുന്നുള്ളതാണ്. പുള്ളിയുടെ ടെക്നിക്കായിട്ട് ഉപയോഗിച്ചാണോ അതോ വന്നു പോയതാണോ എന്ന് എനിക്കറിയില്ല. ഒന്നുമില്ല ചേട്ടാ, ഇവന് ആകെ ഒരു ടെക്നിക്കേ ഉള്ളൂ. അത് മനുഷ്യന്മാരെ കണക്ട് ചെയ്ത് നിർത്തുന്ന ഒരു ടെക്നിക്ക് മാത്രമാണ് ഇവന്റെ കയ്യിലുള്ള ടെക്നിക്കായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത് മാത്രമേ ബോധപൂർവം ചെയ്യാറുള്ളൂ. അതാണ്. അപ്പൊ അത് അവൻ എടുക്കുന്ന ഒരു ടെക്നിക്ക് തന്നെയാണ്. മനുഷ്യന്മാരെ കണക്ട് ചെയ്ത് നിർത്തുക, അവരെ ആ നെറ്റ്വർക്കിൽ നിന്നോ ആ ചങ്ങലയിൽ നിന്ന് വിടാൻ അവൻ അനുവദിക്കില്ല. നമ്മൾ ഇനിയിപ്പോ ദൂരേക്ക് പോയാലും ആ ചങ്ങലയും കൊണ്ട് വരുന്ന ഒരു പ്രത്യേകത അല്ലെ, കൂട്ടിയിടുന്ന പ്രത്യേകതയുള്ള ഒരാളാണ്. ഒരു ചങ്ങലയാണത്. അത് ഈ കയറൊന്നും മൂലെന്നോ കയറൊന്നോ ഞാൻ പറയാൻ തയ്യാറല്ല. സർഗസംഗീതം എന്ന കവിതയില് വയലാറിന്റെ ഒരു വരിയുണ്ട്. ഹാ മന്നന്തര ഭാവശക്തികൾ എനിക്ക് എന്നേക്കുമായി തന്നതാണ് ഓമൽ കാർത്തികൻ ഈ മുതൽക്കരിയും ഈ ഗാന്ഡ ആകാശമാണ്. ജീവിതത്തിന്റെ ഒരു സമയത്ത് ഈ പറയുന്നൊരു ആഴത്തിലുള്ള വിഷാദത്തിന് കഴിഞ്ഞ കാലത്ത് ഇന്ത്യയിലേക്ക് വന്ന മനുഷ്യന്മാരെയൊക്കെ അകറ്റി നിർത്തിയവരാണ്. പിന്നീട് കാലം തന്നെയാണ് ഇന്ത്യയിലേക്ക് ഈ സൗന്ദര്യങ്ങളെ ഓരോന്നിനെയും കൊണ്ടുവന്ന് വെച്ച് തരുന്നത്. അപ്പൊ എന്നെ ഒരു കാലത്ത് ആശ്വസിപ്പിച്ച വയലാറിന്റെ വരികളുണ്ട്. പിന്നീട് എന്നെ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിച്ചതും അതൊക്കെ തന്നെയാണ്. പിന്നെ ഈ സൗഹൃദങ്ങളെ ചേർത്ത് വയ്ക്കാൻ ചേച്ചി പറഞ്ഞതുപോലെ കുഞ്ഞു കുഞ്ഞു ടെക്നിക്ക്, ഒരു മെസ്സേജ്, ഒരു ഓർമ്മപ്പെടുത്തൽ, നമ്മളിവിടെ ഉണ്ട്, ഞാനിവിടെ ഉണ്ട് എന്നൊരു ഓർമ്മപ്പെടുത്തൽ എന്നവർക്ക് ആവശ്യമാണെന്ന് ചോദിച്ചാൽ ഒരു ഹുവൻ മാത്രം മതി. ഇവിടെ ഉണ്ട് എന്നറിയാൻ ഒരു ഹുവൻ മാത്രം മതി. കൃഷ്ണന്റെ ഈ ട്രാവൽ കമ്പാനിയൻസ് ഇവിടെ ഉണ്ടോ? 2 പേരുണ്ട്. അല്ലുണ്ട്, റാഫിയുണ്ട്. റാഫി ഇവിടെ അകത്ത് എവിടെയുണ്ട്. എല്ലാരും ഒന്ന് കാണട്ടെ. ഈ പുസ്തകത്തില് ഏറ്റവും കൂടുതൽ പരാമർശിച്ചിട്ടുള്ള 2 പേരുകൾ
അല്ലമീന്റെയും റാഫിയുടെയാണ്, അല്ലുവിന്റെയും റാഫിയുടെയാണ്. എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്, ഇന്ന് ഞാൻ ഈ പരിപാടി ഇങ്ങോട്ട് വന്ന് രണ്ടുപേരും ഒന്ന് ഇതാണ് പ്രശ്നം. ഇവരാരും പുറത്ത് കാണില്ല, നമ്മൾ ഇവനെ മാത്രമേ കാണുള്ളൂ. പക്ഷെ ഇവന്റെ പിറകിലെ ഏറ്റവും വലിയ കരുത്ത് ഒന്ന് ഫ്രണ്ടിലോട്ട് വന്ന് രണ്ടുപേരും ഈ യാത്രയിൽ ഉടനീളം അവന്റെ 2 കൈകളും 2 കാലും അവന്റെ ഇവരാണ് കേട്ടോ. ഒപ്പം അവന്റെ കൂടെ അമ്മയും. നിങ്ങൾ ഈ ഒരാളും കൂടി ഉണ്ട്, ശരി, സുഹൈലും കൂടിയുണ്ട്. ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് ഇവരെയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ഇവനെ കാണുമ്പോൾ ഇവരും കൂടെ ഉണ്ടാവും. ഇതിങ്ങനെ ഒരു സിസ്റ്റമാണിത്, ഒരു ഇക്കോ സിസ്റ്റമാണിത്. നിങ്ങളോട് എത്ര പറഞ്ഞാലും മതിയാവില്ലേ. കാരണം ഇന്നിപ്പോ ഞാൻ ഓഫീസിൽ നിന്ന് ഈ പരിപാടിക്ക് വരണമെന്ന് പറഞ്ഞപ്പോ എന്നോട് ചോദിച്ചു, വീട്ടിൽ വലിയ സംവിധാനമൊക്കെ ഉണ്ടാവുമല്ലേ അവർക്ക് ഇപ്പൊ അമ്മയ്ക്ക് ജോലിക്കൊന്നും പോകാതെ തന്നെ ഇങ്ങനെ എല്ലായിടത്തും കൊണ്ടുപോകാനൊക്കെ ഉള്ള സംവിധാനമൊക്കെ ഉണ്ടാവുമല്ലേ എന്നിങ്ങനെ ചോദിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു, അവന്റെ ഏറ്റവും വലിയ സംവിധാനം അവന്റെ സുഹൃത്തുക്കളാണ്. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന, എനിക്ക് അറിയാം നിങ്ങൾ ഓരോരുത്തരും അവനെ എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന്. നിങ്ങൾ നേരിട്ട് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്, അല്ലാത്തവരുണ്ട്. അപ്പൊ ഇതുപോലെയുള്ള സുഹൃത്തുക്കളാണ് അവന്റെ ഏറ്റവും വലിയ കരുത്തെന്ന് ഏറ്റവും നന്നായി അറിയുന്ന ഒരാളാണ്. നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഈ ഒരു ചോദ്യത്തിൽ നിന്ന് വന്നതാണ് ഈ ബുക്കെങ്കിൽ ആ കൈയടി ഇവിടെയല്ലേ നമ്മൾ കൊടുക്കേണ്ടത്. അപ്പൊ അല്ലമീനുള്ള ഒരു വലിയ കൈയടി നമുക്ക് ഇവിടെ കൊടുക്കാം. ആ ഭാഗം വായിക്കാം. ചങ്ങാത്തത്തിന്റെ, അതായത് പുസ്തകങ്ങളിൽ നിന്ന് വായിച്ചറിഞ്ഞ ചങ്ങാത്തത്തിന്റെ ഓരോ ഭാവവും എന്നിലേക്ക് ഇറങ്ങി വന്നുകൊണ്ടേയിരിക്കുകയാണ്. യാത്ര ഒരിക്കലും താങ്ങാനാവാത്ത ദുർബലമായ ശരീരമാണ്. കാരണം എന്നറിഞ്ഞിട്ടും പോകുന്ന സ്ഥലങ്ങളിൽ പലരും വീൽചെയർ സൗഹൃദമല്ല എന്നറിയാമായിരുന്നിട്ടും മുന്നോട്ട് പോകുന്ന എന്നോടൊപ്പമുള്ള 3 ചങ്ങാതിമാർ തരുന്ന ഉറപ്പിന്മേലാണ്. അത് പറയുന്നുണ്ട് ആരാണെന്നൊക്കെ. ജീവിതവും ഭാവിയിലേക്കുള്ള നോട്ടവും ഒക്കെയാണ് തിരക്കിലാണെങ്കിലൊക്കെ സോഷ്യൽ വർക്ക് PG ചെയ്യുന്ന അമീനും SLC പരീക്ഷയ്ക്ക് നടത്തുന്ന റാഫിയും സർവേർ ജോലി ചെയ്യുന്ന സുഹൈലും ഒക്കെ മാറ്റിവെക്കുന്നത് വിലയേറിയ അവരുടെ ജീവിതത്തിലെ സമയമാണ്. ഒന്നിനും സമയമില്ല എന്ന് പറയുന്ന ഇന്നത്തെ കാലത്തിന് ഒരു പാഠപുസ്തകം കൂടിയാണ് ഇവർ. ഒഴിഞ്ഞു പോയേക്കാവുന്ന ഒന്നിനെ കൈക്കുമ്പിൽ കോരിയെടുത്ത് അത് നിറങ്ങൾ ചാർത്തി ഭംഗിയുള്ള ഒന്നാക്കി മാറ്റിയിരിക്കുകയാണ് ഈ ചങ്ങാതിക്കൂട്ടം. നമുക്ക് എത്ര പേർക്ക്? അതെ, സത്യം സത്യം. നമ്മൾ ഓരോരുത്തരും ഒന്ന് സ്വയം പരിശോധിക്കും. നമുക്ക് ഇങ്ങനെ ഒരു ആവശ്യം വന്നാൽ ഇങ്ങനെ കൂടെ നിൽക്കുന്ന 2 or 3 പേരുണ്ടെങ്കിൽ നമുക്ക് അത് മതി. ഇനി അതിനും വലിയൊരു സമ്പാദ്യം ഈ ജീവിതത്തിൽ ഒരു മനുഷ്യനും കിട്ടാനില്ല. കൃഷ്ണൻ ആ തരത്തിൽ എത്ര ബ്ലെസ്ഡ് ആണെന്ന് നേരിട്ട് അറിയാവുന്ന ആള്. കൃഷ്ണന്റെ കസിൻ ശില്പ, ഞാൻ അങ്ങനെ ഓരോ തവണ ഓരോരുത്തരെ പരിചയപ്പെടാറുണ്ട്. അവരൊക്കെ കൃഷ്ണനെ ഇങ്ങനെ പൊന്നുപോലെ നോക്കുന്നത്. നമ്മൾ അങ്ങനെ പറയുമ്പോൾ പൊന്നുപോലെ നോക്കുക, പൊന്നുപോലെ അല്ല, സത്യത്തിൽ പളുങ്കുപാത്രം പോലെയാണ് നോക്കുന്നത്. അതൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാൽ അതിനുണ്ടാവാവുന്ന ഡാമേജിനെ പറ്റി നല്ല ബോധ്യമുള്ള ആളുകളാണ്. അവരൊക്കെ കൂടി ഇങ്ങനെ ഉള്ളം കൈയിൽ വെച്ച് കൊണ്ട് നടക്കുന്നതാണ്. ഇവരൊക്കെ ഭരിക്കും, ഇവരൊക്കെ ചീത്ത വിളിക്കും, അതൊക്കെ ചെയ്യും. പക്ഷെ എന്നാലും അവരൊക്കെ എപ്പോഴും ഇങ്ങനെ ഒരു എന്താ പറയാ, ഒരു പ്രൊട്ടക്റ്റീവ് ഷെല്ല് തീർത്ത് ഇവരെല്ലാവരും കൂടെ ഉള്ളതുകൊണ്ടാണ് കൃഷ്ണൻ ഈ യാത്ര സാധ്യത. അതും ഇപ്പൊ ഈ വേദിയിൽ അത് പ്രത്യേകിച്ച് എടുത്ത് പറയണമെന്ന് എനിക്ക് തോന്നി. അവരെ പറ്റി പറയുന്നതും അവരുടെ കെയറും എനിക്ക് തോന്നുന്നു ബിനീഷ് മാർക്ക് ആ ഒരു ഈ ബുക്കിലുടനീളം ബുക്ക് വായിച്ചു കഴിയുമ്പോൾ നമുക്കൊരു ഈ 4-5 അംഗ സംഘത്തിനെയാണ് മൊത്തത്തിലാണ് മനസ്സിലാവുന്നത്. അമ്മയുടെ ധൈര്യം, അമ്മയെ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയാണ്. ഒരു ജീവിതത്തിൽ, ഒരു മനുഷ്യ ജീവിതത്തിൽ ഒരാൾക്ക് അനുഭവിക്കാവുന്ന വിഷമം മുഴുവൻ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് അമ്മ. പക്ഷെ ഇപ്പോഴും അമ്മയുടെ മുഖത്തെ പുഞ്ചിരി, നമ്മൾ അമ്മയെ കാണുമ്പോൾ അമ്മ പ്രസരിപ്പിക്കുന്ന ഒരു പോസിറ്റിവിറ്റി. എനിക്ക് ഏറ്റവും അത്ഭുതം, കൃഷ്ണനേക്കാൾ എനിക്ക് അത്ഭുതം അമ്മയാണ്, അമ്മയുടെ പോസിറ്റിവിറ്റിയാണ്. അപ്പൊ ആ അമ്മയുടെ മകൻ ഇങ്ങനെ ആയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്ന് ഞാൻ തിരിച്ചറിയുമ്പോ പോലും അമ്മയെ മിസ് ചെയ്യുന്നുണ്ട് ഈ ദിവസം. നമുക്ക് കൈക്ക് ചെറിയ പ്രശ്നത്തിലേക്ക്, അതുകൊണ്ട് അധികം യാത്രകൾ പിന്നെ. പക്ഷെ അമ്മ ഇവിടെ ഉണ്ടാവേണ്ടതാണ്. അമ്മയെ നമ്മളാണ് മിസ് ചെയ്യുന്നത്. അമ്മ നമ്മളെ മിസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ അമ്മയെ മിസ് ചെയ്യുന്നത്. എന്റെ അമ്മ ഇവിടെ എന്തെങ്കിലും പോലെ ഒരുപാട് അമ്മമാരുണ്ട്. അന്നുവിന്റെ അമ്മയുണ്ട്, ബീന മാമുണ്ട്, അങ്ങനെ ഒരുപാട് അമ്മമാരുണ്ട്. യാത്രയുടെ ആവശ്യത്തെ കുറിച്ചാണ്. പക്ഷെ ഈ പുസ്തകത്തിന്റെ സ്പെഷ്യാലിറ്റി കൂട്ടുന്ന ഒരു സംഗതി എന്ന് പറയുന്നത്, നമുക്കൊക്കെ യാത്ര ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിട്ട് നമ്മൾ യാത്ര ചെയ്ത് വലിയ കാര്യമൊന്നും. പക്ഷെ സമൂഹം വേറെ വിധത്തിൽ വിലയിരുത്തുന്ന ഒരാൾ, മൂവിങ് ഡിസബിലിറ്റി എന്ന് പറയുന്ന ഒരു മുദ്ര ചാർത്തി വെച്ചിരിക്കുന്ന അയാൾ സഞ്ചരിക്കുന്ന അത്ഭുതമാണ് എന്ന് പറയുന്നത്. ഇത്രയും വലിയ യാത്ര നടത്തുന്നത് പറയുന്നത് ഇതേ പോലെ അല്ലെങ്കിൽ ഇതേക്കാൾ കുറഞ്ഞോ കൂടിയോ ഈ പറഞ്ഞ ഡിസ്കംഫർട്ടുള്ള ആളുകൾക്ക് യാത്ര ചെയ്യാനൊരു പ്രേരണയാകുമെന്നുള്ള വലിയ കാര്യമാണ്. ഭവിഷ്യത്ത് ഞാനൊരു ചേർത്തച്ഛന് പറഞ്ഞത് സത്യം പറഞ്ഞാൽ ഈ ഒരു പുസ്തകം അല്ലെങ്കിൽ നമ്മളിപ്പോ ചെയ്യുന്ന ഈ ബുക്ക് ടോക്കുകൾ ഉൾപ്പെടെ എല്ലാം ചില മുൻവിധികളെ ഇല്ലാതാക്കാൻ കൂടി വേണ്ടിയിട്ട് തന്നെയാണ്. ഒരു ഡിസബിലിറ്റി ഉള്ള ഒരു മനുഷ്യന് ഇതേ സാധിക്കൂ എന്ന ചിന്തയുണ്ട്.
ഇപ്പൊ എൻ്റെ പുസ്തകത്തെ ആദ്യം പുറമേ സമീപിക്കുന്നവരാണ് അത്തരം മുൻവിധികളോട് തന്നെയാണ് സമീപിക്കുക. അത് തുറക്കുന്നത് വരെ മാത്രമേ ഉള്ളൂ. അപ്പോ ഇതൊരു ഒരു പാതയൊരുക്കലാണ്. ഇപ്പൊ എന്നെപ്പോലെ ഒരാൾക്ക് 4 പുസ്തകം എഴുതി ഇത്രയും ക്യാമ്പയിനുകളൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു അറിയിപ്പ് കൂടിയാണിത്. കാരണം ഞാനിത് ചെയ്യുന്നില്ല എങ്കിൽ എനിക്ക് ഉറപ്പുണ്ട് ഈ അടുത്തൊന്നും വേറെ ആരും ചെയ്യാൻ പോകുന്നില്ല. എൻ്റെ കാഴ്ചയിൽ എനിക്ക് ഒരുപാട് പരിമിതികളുണ്ട്. ശിശുപാലന എൻ്റെ കണ്ണ്, എൻ്റെ നാക്ക് ഒക്കെ മാത്രമാണ് എൻ്റെ ഇഷ്ടത്തിന് ചലിപ്പിക്കാൻ പറ്റുന്നത്. പക്ഷേ എൻ്റെ എക്കോസിസ്റ്റം അത്ര ഭംഗിയുള്ളതാണ്. ഞാൻ അത്രയും പ്രിവിലേജ്ഡായ ഞാനത് ചെയ്യുന്നില്ല എങ്കിൽ ഉറപ്പുണ്ട് ഈ ഒരു എന്നെ പോലെയുള്ള മനുഷ്യന്മാർക്ക് വേണ്ടി എഴുതുന്ന ഒരാൾക്ക് ഇതേപോലെ ഈ അടുത്തൊരു ഇത്തരത്തിലൊരു ക്യാമ്പയിനോ ഒരു ബുക്ക് ലോഞ്ചോ ചെയ്യാൻ സാധിക്കില്ല. ഇതൊരു തുറക്കൽ കൂടിയാണ്, പാത തുറക്കൽ കൂടിയാണ് ഇത്. പോസിറ്റിവിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പറയുന്നത് സമാനമായ പ്രശ്നങ്ങളുള്ള ആളുകളോട് പറയുന്ന ഒരു കാര്യം ചൂസ് യുവർ ഫോക്കസ് എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് എവിടെയാണെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നതാണ്. Nobody can intimidate you without your permission. അപ്പം ഞാൻ ഫോക്കസ് ചെയ്യുന്നത് എന്റെ മനസ്സിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ചിറകുകൾ ഇഷ്ടം പോലെയാണ്. പക്ഷെ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് എന്റെ വിസിബിലിറ്റിയിലാണെങ്കിൽ അത് പരിമിതമാണ്. അല്ല, മനസ്സിലാണെങ്കിൽ അതിന് സഞ്ചരിക്കാവുന്ന ദൂരങ്ങൾ ഇഷ്ടം പോലെയാണ്. അതാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യുമ്പോൾ 2 ഘടകങ്ങളാൽ പ്രവർത്തിക്കുന്നുണ്ട്. ഒന്ന് ശരീരം, ഒന്ന് മനസ്സ്. മനസ്സ് എത്രയും കൂടുതൽ വ്യാപിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. ശരീരം അത്രയും തന്നെ എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ പറയാറുണ്ട്. അപ്പൊ മനസ്സ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരങ്ങൾ ഒരുപക്ഷെ കാലത്തിനും അപ്പുറത്തേക്കാണ് മനസ്സ് സഞ്ചരിക്കുന്നത്. ശരീരത്തിന് അതിനുള്ള ശേഷിയില്ല. കൃഷ്ണകുമാർ സഞ്ചരിക്കുന്നത് ഈ പുസ്തകം എഴുതി. ഒരു പുസ്തകം എന്ന് പറയുന്നത് അമരത്വമാണ്. കൃഷ്ണകുമാർ നാളെ ഇല്ലെങ്കിലും ഈ പുസ്തകം ഉണ്ടാവും. നാളെയുള്ള തലമുറ ഇത് വായിക്കും. അടുത്ത തലമുറയിൽ ഒരു കുട്ടി സഞ്ചരിക്കാൻ ചെറിയ ബുദ്ധിമുട്ടുകളുള്ള ഒരു കുട്ടി അയാൾക്ക് സഞ്ചരിക്കാമെങ്കിൽ എനിക്കെന്തുകൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞാൽ അടുത്ത സഞ്ചാരത്തിന് ഇറങ്ങി പുറപ്പെടും. അവർ അടുത്ത പുസ്തകമുണ്ട്, അത് കാണണമെന്നുള്ളതാണ് കൃഷ്ണകുമാറിനുള്ളതാണ് എന്റെ ആഗ്രഹം. ഇതിനോട് ചേർത്ത് വെച്ചൊരു കാര്യം പറഞ്ഞോട്ടെ. ഈ യാത്ര കഴിഞ്ഞിട്ട് ഞാൻ വന്നൊരു എൻ്റെ യൂട്യൂബ് ചാനലിൽ വീഡിയോ വന്നിട്ട് എൻ്റെ ഒരു കുട്ടി വിളിച്ചു. തൃശ്ശൂർ എന്നാണ് വിളിക്കുന്നത്. ചേട്ടാ, ഞാൻ യാത്ര പോവാണ്. ചേട്ടൻ പോയ വഴിക്ക് തെങ്കാശി വഴി മധുര കണ്ട് തഞ്ചാവൂര് പോവാണ്. വീഴ്ചയിലാണെന്നു ഒരു 15 വയസ്സുകാരുള്ള ഒരു മോൻ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് യാത്ര ചെയ്തു. അദ്ദേഹത്തിന്റെ പേര് തന്നെ അഗ്നിച്ചിറകൾക്കിടയിൽ എന്നുള്ളതാണ്. അത്രയും ഈ പുസ്തകം അങ്ങനെയാണ്. അഗ്നിയിൽ നിന്നും പടുത്തുയർത്തി, ജീവിതത്തിന്റെ കനത്ത അഗ്നിയിൽ നിന്നും പടുത്തുയർത്തിയ ഒരു പുസ്തകമാണ് സംഭവിക്കുന്നത്. അത് ആ അധ്യായം മുഴുവൻ കലാമിന്റെ ജീവിതത്തെ തേടി പോകുന്ന ആ യാത്രയാണെങ്കിലും അത് സ്വന്തം ജീവിതത്തിലേക്ക് കൂടി പകർത്തുന്ന ഈ കണക്റ്റഡ് ആവുന്നത് എങ്ങനെയാന്ന് പറയുന്നത്, അബ്ദുൽ കലാം ആവശ്യപ്പെട്ട് ഈ ഇലക്ട്രിക് വീൽ ചെയർ ഉണ്ടാക്കിയ ഒരാൾ ആ കമ്പനിയിലേക്ക് അല്ലെങ്കിൽ അത് ആ ടീമിനരികിലേക്ക് അവൻ എത്തുകയും അവരുണ്ടാക്കിയ വീൽ ചെയർ ആണ് ഞാൻ ഉപയോഗിക്കുന്നത് എന്ന് പറയുകയും ചെയ്യുന്ന തരത്തിൽ എങ്ങനെയൊക്കെയാണ് ജീവിതം നമ്മളെയൊക്കെ ബന്ധിപ്പിക്കുന്നത് എന്നുള്ളത് ഒരു വളരെ ജീവിതത്തിന്റെ പറഞ്ഞ സമയത്താണ് ആ മഴയോർമ്മകളുടെ ഒരു ഭാഗത്ത് പറയുന്നത് നമ്മുടെയൊക്കെ ജീവിതം ഒരു ട്രിക്കാണ്. അതൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ശരിയാണ് ആലോചിക്കുമ്പോൾ നമ്മളിവിടെ ഇരിക്കുന്ന പോലെ ഒരു ട്രിക്കാണ്. ഓരോ ജീവിതത്തിലും ഓരോ ദിവസവും നമ്മൾ കടന്നു പോകുന്ന ഓരോ ട്രിക്കിലൂടെയാണ്. അതിനൊക്കെ നമ്മളൊരു കവിത പോലെ തോന്നുന്നു. അതുപോലെ കുറെ വാക്യങ്ങൾ ഇപ്പോ രാവണനെ കുറിച്ചൊക്കെ പറയുന്നത് ഭാഷയിലും കുറെ ദശമുഖൻ എന്നൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ. പലതാണ് വളരെ മനോഹരമായ വാക്യങ്ങളും ചെറിയ ചെറിയ ജീവിതത്തിന്റെ അംശങ്ങളൊക്കെ ചേർത്ത് വെച്ച് ഒരു വലിയ ലോകത്തെ നമുക്ക് പ്രദാനം ചെയ്യുന്നു. ദർശനത്തെ കുറിച്ച് രണ്ടുപേരും പറഞ്ഞല്ലോ. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരുടെ ജീവിതത്തിനും ഒരു ദർശനം ഉള്ളതുപോലെ കൃഷ്ണകുമാറിന്റെ ജീവിതത്തിനും വലിയൊരു ദർശനമുണ്ട്. ആ ദർശനം ഈ നേരത്തെ ബോധിച്ചതൊക്കെ ആയിട്ടുള്ള കൂട്ടുകെട്ടിന്റെ ഭാഗമായി വന്ന ചില മാറ്റങ്ങൾ കൂടി ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം നേരത്തെ ഇപ്പം പ്രത്യക്ഷമായിട്ടുള്ള അല്ലെങ്കിൽ ഈ മുതലാളിത്തത്തിലൊക്കെ അധിഷ്ഠിതമായിട്ടുള്ള ഭക്തിയെ പരോക്ഷമായി വിമർശിക്കുന്നു. കൊണ്ടുവന്ന് ശിവലിംഗം പെയിന്റ് അടിച്ചുകൊണ്ട് നിറഞ്ചാർത്തി വെറുതെയാക്കി എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. എന്നാൽ അതേസമയത്തിന്
പുരാണവും മിത്തും ഒക്കെ കലർന്നുണ്ടെങ്കിൽ അതിനൊക്കെ അപ്പുറത്തുള്ള ഒരു യുക്തി കൂടി അതെ, യുക്തി മെയിൻ ആണ്. പ്രധാനം. ഈ നമ്മുടെ ജീവിതം കൊണ്ട് നമുക്കൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളെ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ചിലപ്പോ നമ്മള് ഡയറക്റ്റ്ലി അത് ചെയ്തു കൊടുക്കാതിരിക്കുന്ന സാഹചര്യങ്ങളിൽ ചിലപ്പോ ഇവനെ പോലെയുള്ള ചില മനുഷ്യന്മാരുടെ ഒരു വിളി വരും. അങ്ങനെ ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് എന്തെങ്കിലും നല്ലത് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ഈ പണി നിർത്തി വീട്ടിലിരിക്കുമ്പോൾ ആലോചിക്കുമ്പോൾ ചെയ്യാവുന്ന അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു നല്ല കാര്യത്തിന് കൃഷ്ണൻ തന്നെ കാരണക്കാരനായിട്ടുണ്ട്. ഒരിക്കൽ ഇതുപോലെ ഒരു വിളി വന്നു. ഒരു കുഞ്ഞ് 10 വയസ്സായിരുന്നു അവനപ്പോ അല്ലെ, 10 വയസ്സുള്ള ഒരു കുഞ്ഞിന് ഒരു വീൽ ചെയർ വേണം, അത്യാവശ്യമാണ്, സഹായിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിച്ചു. സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, അവന് വീൽ ചെയർ ഇല്ലാത്തവർക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ നമ്മളൊക്കെ ഫേസ്ബുക്കിൽ ഘോരം പ്രസംഗിക്കുകയും എഴുതുകയൊക്കെ ചെയ്യും. 19,000 ഫ്രണ്ട്സ് ആ സമയത്ത് ഫേസ്ബുക്കിൽ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ എന്തെങ്കിലും നടക്കുമോ എന്നറിയാൻ വേണ്ടി ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. ഉദ്ദേശം വളരെ വളരെ ശുദ്ധമായിരുന്നു, മറ്റൊന്നും ആലോചിച്ചിട്ടില്ല. അങ്ങനെ ഒരു പോസ്റ്റ് ഇടുമ്പോൾ എനിക്ക് അറിയാത്ത ഒരാൾ എന്നെ ഫേസ്ബുക്കിൽ മെസ്സഞ്ചറിൽ മെസ്സേജ് ചെയ്തു. അപ്പൊ ഞാനൊരു ക്രൗഡ് ഫണ്ടിങ് പോലെ എന്തെങ്കിലും സാധിക്കുമോ എന്നാണ് ആലോചിക്കുന്നത്. ഒരു 1000 രൂപ വീതം കുറച്ചു പേരിട്ടാൽ നമുക്ക് ഒരു കുഞ്ഞിന് സ്കൂളിൽ പോകാൻ പറ്റുമല്ലോ. അപ്പൊ അദ്ദേഹം എന്നോട് പറയുന്നു, നമുക്ക് ആ കുഞ്ഞിന് വീൽ ചെയർ വാങ്ങിക്കൊടുക്കാം, എത്ര രൂപയായാലും കുഴപ്പമില്ല, നമുക്ക് വീൽ ചെയർ വാങ്ങിക്കൊടുക്കാം. അപ്പൊ ഞാൻ ഞെട്ടി. ഒന്നിത് വിശ്വസിക്കാൻ പറ്റുമോ എന്ന് അറിയില്ലല്ലോ. നമ്മൾ ഒരാൾക്ക് ഒരു വാക്ക് കൊടുത്ത ഒരു കുഞ്ഞിന്റെ മോഹമാണ്, ജീവിതമാണ്. അപ്പൊ ഇത് നടക്കോ ഇല്ലോ എന്നറിയില്ല. അങ്ങനെ ഞാനത് ഒന്നും കൂടെ ക്രോസ് ചെക്ക് ചെയ്തു. ഇവനുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഒരു അക്കൗണ്ടിൽ പൈസ വന്നിട്ട് നമുക്ക് അവരോട് പറയാം, അതുവരെ പറയുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ അദ്ദേഹം അക്കൗണ്ടിലേക്ക് ആ പൈസ ട്രാൻസ്ഫർ ചെയ്തു. അവൻ അപ്പൊ തന്നെ എസ്റ്റിമേറ്റ് ഒക്കെ എടുത്തു തന്നു. അങ്ങനെ ആ കുഞ്ഞിന് ഞങ്ങൾ രണ്ടുപേരും, ആ വലിയ മനസ്സുള്ള മനുഷ്യൻ, അദ്ദേഹം ഓസ്ട്രേലിയയിലാണ്, അദ്ദേഹവും ചേർന്ന് ആ കുഞ്ഞിന് നമ്മളൊരു വീൽ ചെയർ വാങ്ങിക്കൊടുത്തു. അവൻ കവിത എഴുതും അല്ലെ, മിടുക്കനാണ്. അപ്പൊ അവന്റെ അമ്മ എപ്പോഴും ഇടയ്ക്ക് മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട്. നമ്മുടെ ഈ ഞങ്ങൾ മാധ്യമ പ്രവർത്തകർ ഈ നാട്ടുകാരെ കുറ്റപ്പറയൽ മാത്രമാണ് ഞങ്ങളുടെ മെയിൻ ജോലി. പക്ഷെ അതിനിടയിൽ ഇത് കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോ എന്തെങ്കിലും നല്ലത് ചെയ്തോ എന്ന് ചോദിച്ചാൽ ഒരു നല്ല കാര്യം ചെയ്തതിന് ഒരു കാരണക്കാരൻ ഇവരാണ്. അപ്പൊ ആ ഭാഗം ഞാൻ അതോട് മാർക്ക് ചെയ്ത് വെച്ചിരുന്നു. നേരത്തെ പറഞ്ഞ കലാം, എങ്ങനെയാണ് കലാമും കൃഷ്ണകുമാറും കണക്റ്റഡ് ആയിട്ടുള്ളത് എന്നുള്ള ആ ഭാഗം ഞാനൊന്ന് വായിക്കാം. ഒരു പരിപാടിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കെ അപകടങ്ങളിൽ കാൽ നഷ്ടമായവർക്കായി ഭാരം കുറഞ്ഞ കൃത്രിമക്കാൽ നിർമ്മിക്കുന്നതിന്റെ സാധ്യതകളെ കുറിച്ച് പഠിക്കൂ എന്ന് തന്നെ കേൾക്കുകയായിരുന്ന എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളോട് APJ അബ്ദുൽ കലാം പറയുകയുണ്ടായി. ഇത് കേട്ട ഹരി വാസുദേവ് എന്ന കൊല്ലം സ്വദേശിയായ എഞ്ചിനീയർ ഒരു ഇലക്ട്രിക് വീൽ ചെയർ ഉണ്ടാക്കി. കലാം കേരളത്തിൽ വന്നപ്പോൾ ഇത് നേരിട്ട് കാണിച്ചു. ഈ സംഭവം അന്നത്തെ പത്രങ്ങളിൽ വാർത്തയായി വരികയും ഉണ്ടായി. പത്രവാർത്ത വായിച്ച് അച്ഛൻ ഞാനുമായി ആ യുവ എഞ്ചിനീയറെ നേരിട്ട് ചെന്ന് കാണുകയും ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഓസ്ട്രിച്ച് മൊബിലിറ്റി എന്ന കമ്പനിയുടെ ആദ്യത്തെ വീൽ ചെയർ വാങ്ങിക്കുകയും ചെയ്തു. ഏതാണ്ട് 20 വർഷം മുൻപത്തെ കഥയാണ് ഇതൊക്കെ. വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും മാറ്റങ്ങൾ കൊണ്ടുവന്നതൊന്നും മറക്കാൻ കഴിയില്ലല്ലോ. 20 വർഷം കൊണ്ട് എന്നിലുണ്ടായ മാറ്റങ്ങൾക്ക് ചെറുതെങ്കിലും APJ കൂടി ഒരു കാരണമാണ്. ഒന്ന് നോക്കൂ, APJ അബ്ദുൽ കലാം എന്ന് പറയുന്ന ഇന്ത്യ കണ്ട ഏറ്റവും പ്രതിഭാധനനായ ആ മനുഷ്യൻ എങ്ങനെയാണ് കൊല്ലത്ത് ഒരു വീട്ടിൽ ഒരുപക്ഷെ വീടിനകത്ത് ഒതുങ്ങിക്കൂടുമായിരുന്ന ഒരു കുട്ടിക്ക്, ഒരു ചെറുപ്പക്കാരന് ചിറകുകൾ സമ്മാനിച്ചത്. അതൊക്കെയാണ് അഗ്നി ചിറകുകൾ അല്ലെ. ഈ പുസ്തകത്തില് ഒരു ചെറിയ ഭാഗം വായിക്കണമെന്ന് എനിക്ക് വളരെ നിർബന്ധമുണ്ട്. ഞാൻ ചോദിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് രണ്ടുപേർക്ക് വായിക്കാൻ പറയുകയും ചെയ്യാം. ഇത് കൃഷ്ണകുമാറിന്റെ സ്വപ്നത്തെ കുറിച്ചാണ്. ഇത് അമർസേവാസൻ എന്ന അദ്ദേഹത്തിന് കൂടി എഴുതുന്നത്. എനിക്കൊരു സ്വപ്നമുണ്ട്, ഇന്ന് എന്നെ ജീവിപ്പിക്കുന്ന, എന്റെ ജീവനെ നിലനിർത്തുന്ന ഒരു സ്വപ്നം. കണ്ണടച്ച ഉറക്കത്തിൽ കണ്ടതല്ല, കണ്ണ് തുറന്നു വെച്ച് വേണ്ട സ്വപ്നമാണ്. ഭാഷ ശ്രദ്ധിക്കാമല്ലോ. അപ്പോൾ കണ്ണ് നടക്കാൻ സമ്മതിക്കാതെ എന്നെ ചലിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിന്റെ പേരാണ് ഉരുക. മസ്കുലർ ഡിസ്ട്രോഫി, സ്പൈനൽ മസ്കുലർ ഡിസ്ട്രോഫി രോഗം ബാധിച്ച ഒറ്റയ്ക്കായി പോയ അനേകം മനുഷ്യരുണ്ട്. അവർക്ക് മികച്ച ജീവിതം നൽകുന്ന ലോക നിലവാരമുള്ള കെയർ ഹോം ആൻഡ് റിഹാബിലിറ്റേഷൻ സെന്റർ, അതാണ് ഒരിടമെന്ന് അദ്ദേഹത്തിന്റെ സ്വപ്നം. അപ്പോ ഇത്രയധികം കെയർ ഹോമുകൾ കേരളത്തിലുള്ളപ്പോഴും എന്തിനാണ് ഇങ്ങനൊരു കമ്മ്യൂണിറ്റി സെന്റർ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നാം. പ്രോഗ്രസീവ് ന്യൂറോ മസ്കുലർ രോഗാവസ്ഥയാണ് മസ്കുലർ ഡിസ്ട്രോഫി, സ്പൈനൽ മസ്കുലർ ഡിസ്ട്രോഫി. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഭിത്തിയിൽ പിടിച്ച് നടന്നു വന്നിരുന്ന ഒരാൾ ഭിത്തിയിൽ പിടിച്ച് നടന്നു വന്നിരുന്ന ഒരാൾ നേരം പുലരുമ്പോൾ കട്ടിൽ എഴുന്നേൽക്കാൻ കഴിയാതെയാകുന്ന അവസ്ഥയുടെ ഭീകരത വളരെ വലുതാണ്. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ
അടുത്തൊരാൾ എത്തുന്നത് വരെ കാത്തിരിക്കേണ്ട സാഹചര്യം നിങ്ങൾക്കറിയും. അച്ഛനും അമ്മയും ജോലിക്ക് പോകുമ്പോൾ എവിടെയാണ് ഇരിക്കുന്നത് അവിടെ തന്നെ മൂത്രവിസർജനം നടത്തേണ്ടി വരുന്ന അനുജത്തിമാർക്ക് പീരീഡ്സ് കൂടി ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ തന്റെ കുഞ്ഞിന്റെ ജീവനത്തെ ദിനം കാണേണ്ടി വരുന്ന അമ്മമാരുടെ മാനസികാവസ്ഥയെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാനാവും. ഇതൊക്കെ ഒരു വേള വായിച്ചോ കേട്ടോ അറിഞ്ഞ ശേഷം മനസ്സിലായി അല്ലെങ്കിൽ മനസ്സിലാക്കി എന്ന് പറഞ്ഞു കളയാൻ ആർക്കും സാധിച്ചു. എന്നാൽ അതൊക്കെയും ഗത്യന്തരമില്ലാത്ത ചില മനുഷ്യരുടെ നിത്യജീവിതമാകുന്ന സത്യമാണെന്ന് മനസ്സിലാക്കാൻ ചിലപ്പോൾ പലർക്കും ആവാറില്ല. ആ യാഥാർത്ഥ്യത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ ശാരീരിക ക്ഷമതയുള്ള ഒരാൾക്ക് വളരെ പ്രയാസം. ഒരിടം എന്തിനാണ് എന്ന് ഇത് വായിക്കുന്നവർ ചിന്തിച്ചാൽ മനുഷ്യനായി ജീവിക്കാൻ എന്നാണ് ഉത്തരം. അങ്ങനെ ഒരു ഇടം നമുക്ക് സാക്ഷാത്കരിക്കാൻ, ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ കൃഷ്ണകുമാറിനെ നമ്മളെ സഹായിക്കേണ്ടതാണ്, നമ്മളെല്ലാവരും സഹായിക്കേണ്ടതാണ്. അതിന് സ്വപ്നമുണ്ട് എന്നതിൽ എഴുതി വെച്ച സ്ഥിതിക്ക് പ്രത്യേകിച്ചു. കൃഷ്ണൻ അതിനായിട്ട് എടുത്തിട്ടുള്ള എഫേർട്സ് നേരിട്ട് അറിയാവുന്ന ഒരാളാണ്. എല്ലാ ചാനലിലേക്കും വിളിച്ച് ഇതിനു വേണ്ടിയുള്ള ക്യാമ്പയിൻസ് സംഘടിപ്പിക്കാനൊക്കെ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വളരെ അടുത്ത് നേരിട്ട് കണ്ടറിയാവുന്ന ഒരാളാണ് ഞാൻ. ആ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കി കൊടുക്കുക എന്ന് പറയുന്നത് ഈ സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും എണീറ്റ് നിൽക്കാൻ ശേഷിയുള്ള ഓരോ മനുഷ്യനും ചേർന്ന് നടത്തി കൊടുക്കുകയാണ്. അതിന്റെ ആ സ്വപ്നത്തിന്റെ ഒരു വലിയ ഘട്ടം അവർ പിന്നിട്ട് കഴിഞ്ഞു. പകുതി ദൂരം പിന്നിട്ട് കഴിഞ്ഞു. ഇനി ആ ബാക്കി പകുതി നമ്മളൊക്കെ ചേർന്ന് ചെയ്തു കൊടുക്കേണ്ടതാണ്. എനിക്ക് വലിയ സന്തോഷം തോന്നുന്നത് നമ്മളൊക്കെ ഒരുമിച്ച് ഒരേപോലെ ചിന്തിക്കുന്നു എന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ബാബു മാർക്ക് ചെയ്തിട്ടില്ല, എല്ലാ ഭാഗവും ഞാനും മാർക്ക് ചെയ്തിട്ടുണ്ട്, വായിക്കാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ അത് വലിയ സന്തോഷമാണ്. എന്റെ ജോലി പകുതി അവിടെ അങ്ങനെ കുറയുന്നുണ്ട്. ഒരിടം അതേപോലെ തന്നെ അതിൽ ഒരു ഒറ്റ കാര്യം കൂടെ ചേർത്തിട്ട് വിനീഷ്, പക്ഷെ ഇപ്പൊ കൃഷ്ണൻ ഈ പുസ്തകം എഴുതിയിട്ടുള്ളത് ഗൂഗിൾ അസിസ്റ്റന്റ് അല്ലെങ്കിൽ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ്. നമ്മളൊക്കെ കണ്ണുകൊണ്ട് കാണും, കൈകൊണ്ട് എഴുതും, അങ്ങനെയാണ്. പക്ഷെ കൃഷ്ണൻ കണ്ണുകൊണ്ട് കണ്ട് കണ്ണുകൊണ്ട് എഴുതിയ പുസ്തകമാണിത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരിക്കലും ഒരു കൈ അനക്കാൻ ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ നടക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാൾക്ക് പുസ്തകം എഴുതണമെങ്കിൽ ഒരാളുടെ സഹായം വേണം, പറഞ്ഞു കൊടുത്ത് അത് എഴുതിക്കാൻ. പക്ഷെ കൃഷ്ണൻ ഇത് സ്വന്തമായി ചെയ്തതാണ്. അത് കണ്ണുകൾ കൊണ്ടാണ് അത് സാധിച്ചിട്ടുള്ളത്. അതേസമയം തന്നെ കൃഷ്ണൻ ഈ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഒരു സ്ഥലത്ത് ഏറ്റവും മികച്ച റീഹാബിലിറ്റേഷൻ സെന്ററിൽ എത്തുമ്പോൾ അവിടെയുള്ളവർക്ക് ഇതൊന്നും അറിയില്ല, ഈ സാങ്കേതിക വിദ്യയെ കുറിച്ചോ അല്ലെങ്കിൽ എങ്ങനെയാണ് കൃഷ്ണനെ പോലെ ഒരാൾ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ എല്ലാ ദൈനംദിന കാര്യങ്ങൾ ഉൾപ്പെടെ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ അവർക്ക് പോലും അതൊരു അത്ഭുതമായി മാറുന്നു. അപ്പൊ ആ ഒരു അവയർനെസ്സിലേക്ക് കൂടി ഈ പുസ്തകം വിരൽ ചൂണ്ടുന്നുണ്ട് എന്നത് എനിക്ക് അതൊരു ഇൻഫർമേഷൻ സൈഡാണ് അല്ലെ. കാലം മാറുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിലും സാമൂഹ്യ ബോധത്തിലും ഒക്കെ വരുന്ന മാറ്റം അതുകൂടി ഈ പുസ്തകം മുന്നോട്ട് പോകും. സാങ്കേതിക വിദ്യയാണ് നമ്മളിപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് എല്ലാ മനുഷ്യർക്കും എല്ലാവർക്കും അത് സ്വീകരിക്കാൻ പറ്റുന്ന വിധത്തിൽ വളരെ പ്രചോദനാത്മകമായ രീതിയിൽ ലക്ഷ്യത്തെ മുന്നോട്ട് പോകാൻ പറ്റുന്ന രീതിയിലാണ് ഈ പുസ്തകം. അപ്പൊ അത് എനിക്ക് തോന്നുന്ന പുസ്തകത്തെ കുറിച്ചാണ് ചർച്ച. പക്ഷേ കൃഷ്ണകുമാർ ആദ്യം ഒരു പുസ്തകത്തെ ഏകാന്തതയുടെ 100 വർഷത്തെ കുറിച്ച് ആദ്യഘട്ടത്തിൽ പറയുന്നുണ്ട്. ഒരു പുസ്തകത്തിന്റെ പേര് കണ്ടിട്ട് എങ്ങനെയാണ് ഞാൻ പുസ്തകം വായിക്കാതായി പോയത്? കാരണം ആ പേര് എന്നെ ഭയപ്പെടുത്തിയെന്നാണ്. എന്റെ ഇരുട്ട് ജീവിതത്തിലേക്ക് അത് പോകുമോ, എന്റെ ഓർമ്മ പോകുമോ എന്ന ഭയം കാരണം ഒരു പുസ്തകം വായിക്കാൻ മാറ്റിവെച്ച അല്ലെങ്കിൽ ഭയപ്പെട്ട ഒരാൾ അതിലും അതേപോലെ മറ്റൊരു പക്ഷെ ഈ പുസ്തകത്തിന്റെ പേര് തന്നെ അല്ലേ, എനിക്ക് ഈ പുസ്തകത്തിന്റെ പേര് വെറുതെ അങ്ങ് ഇഷ്ടപ്പെട്ടു എന്നല്ല, ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് ഇങ്ങനെ ഒരു യാത്രാ വിവരണം നമ്മൾ എഴുതി അതിന് എന്തായിരിക്കും പേര് കൊടുക്കാന്ന് വെറുതെ ഇങ്ങനെ ഒന്ന് ആലോചിച്ചു. നടകളിൽ നിന്നാണ് ഈ നട എന്ന് പറയുന്നത് സമകാലികതയുടെ നടകളാണ്. അവിടെ ഇരുന്നുകൊണ്ട് അപ്പുറത്തേക്ക് അത് ചരിത്രാന്വേഷണം മാത്രമല്ല, സ്വന്തം ജീവിതാന്വേഷണവും സഹപ്രവർത്തകരുടെ സഹജീവികളുടെ ഒരു ജീവിതാന്വേഷണം. അപ്പൊ അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച രണ്ട് കാലത്തെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു യാത്രാ പുസ്തകം മാത്രമല്ല, ചരിത്ര പുസ്തകം മാത്രമല്ല, ഇത് ഒരു ആത്മകഥനം കൂടിയാണ്, ജീവചരിത്രം കൂടിയാണ്. ഇതെല്ലാം ചേർത്ത് കൂട്ടി വായിക്കേണ്ട ഒരു പുസ്തകമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ സാഹചര്യത്തോട് കൂട്ടിച്ചേർത്തോണ്ട് ഒരു കാര്യം കൂടെ പറയാം. ഇപ്പം സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി എഴുതി എന്ന് പറഞ്ഞു. പക്ഷെ അവിടെ വർക്ക് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ സാങ്കേതിക വിദ്യ അല്ല, പുള്ളിയുടെ അസാമാന്യമായിട്ടുള്ള വിൽ പവറാണ്. ഇതിനു മുമ്പ് ഇതുപോലെ സാങ്കേതിക വിദ്യ ഇല്ലാതിരുന്ന കാലത്ത് ഒരാൾ ചെയ്തിട്ടുണ്ട്. മാതൃഭൂമിയായിട്ട് ബന്ധമുള്ള ഒരാളാണ്. KP കേശവമേനോൻ അവസാന കാലത്ത് അന്ധനായി പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണഗതിക്ക് വിചാരിക്കും ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയ ഒരാളാണ്, അന്ധനായി കഴിഞ്ഞാൽ ഇനി
പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. പുള്ളി ഓൾറെഡി ആ 10-20 പുസ്തകം എഴുതി കഴിഞ്ഞതാണ്. പക്ഷെ അയാൾക്ക് ഒരു പുസ്തകം കൂടി എഴുതാനുണ്ടെന്ന് അയാൾ വിചാരിച്ചു, മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞു. പക്ഷെ അന്ധനായി പോയി എങ്ങനെ എഴുതാൻ, പിന്നെ എഴുതാണ്ടാന്ന് വെക്കുന്നു. അതേ ചെയ്തത് ആ കണ്ണു പോയ അവസ്ഥയിൽ നിന്നാണ് യേശുദേവൻ എന്ന് പറയുന്ന ബൃഹത്തായിട്ടുള്ള പുസ്തകം എഴുതുന്നത്. അത് എങ്ങനെ എഴുതിയെന്നുള്ളത് ഭയങ്കര രസമാണ്. പക്ഷെ അന്ന് സാങ്കേതിക വിദ്യ ഇല്ല. അപ്പൊ ഇദ്ദേഹത്തിന് ചിന്തിക്കാനുള്ള കഴിവ് അസാമാന്യമാണ്. അപ്പൊ അദ്ദേഹം എനിക്ക് ഇന്ന പുസ്തകങ്ങൾ എടുത്തുകൊണ്ട് വരൂ, വായിച്ചു തരുന്നുണ്ട്, ഒരാളെ വായിക്കാനാണ്. അപ്പൊ പല പുസ്തകങ്ങളിൽ അദ്ദേഹത്തിനോട് വായിച്ചു വരും. എന്നിട്ട് ഞാൻ എന്താ പറയാൻ പോകുന്നത്, നിങ്ങൾ എഴുതിയെടുക്കുന്നത് എഴുതാൻ വേണ്ടി ഒരാളെ ഏൽപ്പിച്ചു. വേറെ സാങ്കേതിക വിദ്യ ഒന്നുമില്ല. അപ്പൊ അതിൽ ഒന്ന് ആലോചിച്ചോ, കുറേയധികം പുസ്തകങ്ങൾ ഒരാളെ കൊണ്ട് വായിപ്പിക്കുക, അതിൽ നിന്ന് കുറേയധികം ആശയങ്ങൾ മനസ്സിലേക്ക് എടുക്കുക, അതിനെ സങ്കലനം ചെയ്തുകൊണ്ട് ഞാൻ പുതിയ സംഗതി പറയാൻ പോകുന്നു, അത് നിങ്ങൾ എഴുതിയെടുക്കണം എന്നുണ്ട്. അത് മനസ്സിലിങ്ങനെ കൺസ്ട്രക്ട് ചെയ്ത് വിടുകയാണ്. ഇദ്ദേഹം ചിലപ്പോ ഇദ്ദേഹം വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തേനെ. സാങ്കേതിക വിദ്യ ഉണ്ടായിരുന്നത് കൃഷ്ണനായതുകൊണ്ട് നമുക്ക് സാങ്കേതിക വിദ്യ ഉണ്ടായിരുന്നത് അത്രയ്ക്ക് പോണ്ടി വന്നില്ല. ഒരു കാലത്ത് ചെയ്തിരുന്നു. ഒരു 4 വർഷം മുന്നേ വരെ ഫേസ്ബുക്കിൽ കുറിപ്പിട്ടിരുന്നു എന്ന് എങ്ങനെയായിരുന്നു. ഇപ്പൊ ചേച്ചി തുടക്കത്തിൽ പറഞ്ഞു എന്റെ പെണ്ണു സുഹൃത്തിനെ കുറിച്ചിട്ട്. ഫോണിൽ വിളിക്കും, അയാളെ ഏതാണ്ട് സാധനം ഞാൻ പറഞ്ഞു കൊടുക്കും, അയാൾ ടൈപ്പ് ചെയ്യും, അയച്ചിടും, ഞാനത് വായിക്കും, എഡിറ്റ് ചെയ്യും, എന്ന് അയാൾ തന്നെ പോസ്റ്റ് ചെയ്യും. ഞാൻ ആഗ്രഹിക്കുന്നത് ഈ നിർമ്മിത ബുദ്ധി എന്നൊക്കെ നമ്മൾ പറയുന്നു, പല കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നു. ചാറ്റ്ജിപിടിയുടെ പല കാര്യങ്ങളും നമ്മൾ പല കാര്യങ്ങളും ഇപ്പം ഹാർട്ട് അറ്റാക്ക് വന്നാൽ ചാറ്റ്ജിപിടി പറഞ്ഞിരുന്നൊക്കെ പറയുന്നുണ്ട്, ആശുപത്രിയിൽ പോകണം. ഇന്ന പല കാര്യങ്ങളും ശരിക്കും അത് എന്തുകൊണ്ട് ആൾക്കാര് ടാർഗറ്റ് ഓറിയന്റഡ് ആയിട്ട് ഇന്റലിജൻസ് ഉണ്ടാക്കുന്നില്ല, ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നില്ല എന്നതുകൂടെ നമ്മൾ ഈ ഘട്ടത്തിൽ ആലോചിക്കേണ്ടതുണ്ട്. സാങ്കേതിക വിദ്യകൾ ഇങ്ങനെയുള്ള ചില ഗുണങ്ങൾക്ക് വേണ്ടി കൂടെ ഉപയോഗിക്കേണ്ടതിന്റെ ആവശ്യകത കൂടി ഇതിനകത്ത് ഹൈലൈറ്റ് ചെയ്യപ്പെടും. ഇതിനെയൊക്കെ എന്നെ കൈപിടിച്ച് നടത്തിയ ഒരാളൊരു ഇരിപ്പുണ്ട്, ഡോക്ടർ സതീഷ്. നിഷിന്റെ ഡയറക്ടർ പോലെ ഒരാളായിരുന്നു ഡോക്ടർ സതീഷ്. അദ്ദേഹം ഒരു ഇരിപ്പുണ്ട്. എന്നെ അസിസ്റ്റീവ് ഡിവൈസുകളിലേക്ക് കൊണ്ടുപോകുന്നത് അദ്ദേഹമാണ്. എനിക്ക് തോന്നുന്നൊരു ഞാൻ ചേച്ചിയെ പരിചയപ്പെടുന്ന സമയത്ത് തന്നെയാണ് സതീഷ് സാറിനെയും പരിചയപ്പെട്ടത്. അദ്ദേഹം ടെക്നോപാർക്കിന്റെ ഒക്കെ ആദ്യകാല സിഇഒമാരിൽ ഒരാളായിരുന്നു. അപ്പൊ ഒരു വലിയ നന്ദി. കാരണം കൃഷ്ണനെ പോലെ ഒരാളുടെ ജീവിതത്തെ ഇത്ര ഈസി ആക്കിയതിൽ ഡോക്ടർക്കുള്ള പങ്ക് നമ്മൾ സാറിനുള്ള പങ്ക് നിസ്സാരമായി ഒരുപാട് പേര്. എനിക്ക് തോന്നുന്നു ഈ മൊബിലിറ്റി ഇൻ ഡിസ്ട്രോഫി എന്ന് പറയുന്ന കൃഷ്ണനെ പോലെയുള്ള SMA ബാധിതരുടെ കൂട്ടായ്മയുടെ തലപ്പത്ത്, ആ കൂട്ടായ്മയുടെ ഒരു നേതൃ തലത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് കൃഷ്ണൻ. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, കൃഷ്ണനെ കണ്ടാണ് അവര്, അതായത് നിങ്ങൾക്ക് പരിമിതി ഉണ്ടെന്ന് പറഞ്ഞാൽ പിറകോട്ട് പോകാനല്ല, മറിച്ച് നിങ്ങൾക്ക് ഇത്രയും സാധ്യതകൾ ഉണ്ടെന്ന് ഓരോ ദിവസവും ആ കൂട്ടായ്മയ്ക്ക് കൃഷ്ണൻ പറഞ്ഞു കൊടുക്കാം. നിങ്ങൾക്ക് യാത്ര ചെയ്യാം, നിങ്ങൾക്ക് എഴുതാം, നിങ്ങൾക്ക് പോഡ്കാസ്റ്റ് ചെയ്യാം, നിങ്ങൾക്ക് യൂട്യൂബ് വ്ളോഗിങ് ചെയ്യാം. അപ്പൊ എനിക്ക് തോന്നുന്നു ബ്ലൈൻഡിലുള്ളവരൊക്കെ ഇവിടെ ഉണ്ട്, അവർക്കൊക്കെ എനിക്കറിയാം നിങ്ങൾ എത്രത്തോളം പ്രചോദനം കൃഷ്ണനെ പോലെ ഒരാളിൽ നിന്ന് ഉൾക്കൊള്ളുന്നുണ്ടെന്ന് അറിയാം. അതും ഒരു പ്രത്യേകത. അതായത് സാധാരണ നമ്മൾ പരിമിതിയെ ഒരു പ്രശ്നമായിട്ടാണ് കാണുന്നതെങ്കിൽ അതിന്റെ നേരെ മറുവശത്ത് നിന്ന് നോക്കുമ്പോൾ പരിമിതിക്ക് മുന്നിൽ കുറെ സാധ്യതകളുണ്ട്. ആ സാധ്യതകളെ പൂർണ്ണമായി ഉപയോഗപ്പെടുത്തുന്ന ഒരാളാണ് PS കൃഷ്ണകുമാർ. അല്ലെ PS കൃഷ്ണകുമാർ അല്ലേ? അതെ. ഇല്ല, അതുകൊണ്ട് ഇനി ബാക്കി വായിക്കില്ല, ഇത്രേ വായിക്കുള്ളൂ. ഇത് ടീസറും ട്രെയിലറും ഒക്കെ ആയിരുന്നു. ബാക്കി ഇപ്പൊ എന്തായാലും 5:50 നമുക്ക് ഈ വേദിയിലുള്ളവർക്കും കൃഷ്ണനോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് നിങ്ങൾക്ക് ഇങ്ങനൊരു പുസ്തകം വാങ്ങിയതുകൊണ്ട്, അത് വായിക്കാൻ അല്പസമയം ചെലവാക്കിയതുകൊണ്ട് നഷ്ടം ഉണ്ടാവില്ല എന്ന് 100% ഉറപ്പോടെ. എത്ര പുസ്തകത്തെ പറ്റി പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷെ 100% ഉറപ്പോടെ പറയാം, ഇങ്ങനൊരു പുസ്തകം വാങ്ങുന്നത് കൊണ്ടോ വായിക്കുന്നത് കൊണ്ടോ നിങ്ങൾക്ക് യാതൊരു തരത്തിലും ഒരു നഷ്ടബോധം ഉണ്ടാവില്ലെന്ന് ഉറപ്പാണ്. കാരണം അത് ഒരു കൃഷ്ണനെ പോലെ ഒരാൾ എഴുതി എന്നതുകൊണ്ടൊന്നും അല്ല, അത് അത്ര നല്ല ക്രാഫ്റ്റഡ് ആയ ഒരു ബുക്കാണ് എന്നതുകൊണ്ട് തന്നെയാണ് ഉറപ്പിച്ച് പറയുന്നത്. അതിൽ നമുക്ക് ഒരുപാട് ടേക്ക് അവേസ് ഉണ്ട്. നമുക്ക് ഈ ദിവസം അവസാനിക്കുമ്പോൾ ചിരിയോടെ, സന്തോഷത്തോടെ, അഭിമാനത്തോടെ, ഒപ്പം അത്ഭുതത്തോടെ നോക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പുസ്തകം നിർബന്ധമായും ഞാൻ ബിനീഷേട്ടന് പുസ്തകം കൊടുത്തിട്ട് ബിനീഷേട്ടനോട് ഞാൻ പറഞ്ഞത്, ചേട്ടാ നിങ്ങളിത് വായിക്കണേ, വായിച്ചിട്ട്
എന്നോട് സ്നേഹം മാറ്റി വെക്കൂ, എന്നിട്ട് കൊന്നില്ല എങ്കിൽ മേലെ ഏൽപ്പാണ് ചെയ്യരുത്, ധൈര്യമായി പറയണം എന്ന് വേണ്ടാണ് ബുക്ക് ചെയ്യാൻ കൊടുക്കുന്നത്. വിനീഷ് മാഷ് അങ്ങനെ പറഞ്ഞു വന്നിട്ട് ഇന്ന് വിനീഷ് മാഷെ ഞങ്ങളെ പോലെ ആൾക്കാർ എനിക്കൊക്കെ ഉണ്ടാകുന്ന പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ വിസിബിലിറ്റി ഉള്ളത് കൊണ്ട് പുസ്തകം, ഞാൻ വേറെ ചെറിയൊരു കഥ കൂടി പറഞ്ഞിട്ട് ആഡ് ചെയ്തുകൊണ്ട് പറയാം. ഇപ്പം പുസ്തകം എഴുതുന്ന ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പം ഈ അടുത്ത് ആനന്ദ് കഴിഞ്ഞ ഹോർത്തൂസിൽ വന്നപ്പോൾ പറഞ്ഞ ചെറിയൊരു കഥ ഞാനിവിടെ ഓർമ്മിക്കുന്നു. ആനന്ദ് ഒരു ദിവസം ഒരു മാധ്യമ പ്രവർത്തകനെ കാണും. ഇത് ആരാണെന്ന് ഞാൻ അന്വേഷിച്ചിരിക്കുക, എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഒരു മാധ്യമ പ്രവർത്തകനെ കാണുന്നത് ഇദ്ദേഹം വർഷത്തിൽ 2 പുസ്തകം വെച്ച് എഴുതുന്ന ആളാണ്. അപ്പം ആനന്ദ് ആരാണെന്ന് ഇദ്ദേഹത്തിന് അറിഞ്ഞു. അപ്പൊ സംസാരിച്ച് വന്നപ്പോ എന്റെ ഈ പുസ്തകം വായിച്ചിട്ടുണ്ടോ, എന്റെ ആ പുസ്തകം വായിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പുസ്തകം ഒന്നും ആനന്ദ് കണ്ടില്ല. അവസാനം ആനന്ദിനോട് ഈ മാധ്യമപ്രവർത്തകൻ ചോദിച്ചു, വായനയൊക്കെ കുറവുണ്ട്. അപ്പൊ ഈ പറഞ്ഞ പോലെ നിരന്തരം പുസ്തകങ്ങൾ എഴുതുന്ന ഒരുപാട് ആൾക്കാർ ആ പുസ്തകം കൊണ്ടുവന്നിട്ട് നമുക്ക് സൗജന്യമായിട്ട് തരുന്ന പുസ്തകം എന്നിട്ട് പറയും കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യും, എന്തെങ്കിലുമൊക്കെ വായിച്ച് എഴുതിയിട്ടുണ്ടെന്ന് പറയും. നമുക്ക് അല്ലെങ്കിലേ സമയം ഉണ്ടാവാറില്ല, പക്ഷെ ആ വായിച്ചു കഴിഞ്ഞാൽ 2 പേജ് കഴിഞ്ഞാൽ മടക്കി വെക്കും. പക്ഷെ അങ്ങനെ ഒരിക്കലും ഞാനും ഒരു ചെറിയ മുൻവിധിയോടെയാണ് ഞാൻ അത് വായിക്കുന്നതെങ്കിൽ കൂടിയും ആദ്യത്തെ പേജിൽ തന്നെ മുൻവിധിയൊക്കെ തകർന്ന് തരിപ്പണമായി മുഴുവൻ വായിച്ചിട്ടേ തറയിൽ വെക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അവിടെ ഇവിടെയൊക്കെ മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് പുസ്തകത്തിന്റെ ക്വാളിറ്റി ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ പരിപാടിക്ക് വന്നത്. ഇത്രയും സംസാരിച്ചു. അത് ഈ ചടങ്ങ് തുടങ്ങും മുമ്പ് പുറത്തു നിന്ന് സംസാരിച്ചപ്പോ ബാബു എന്നോട് അതിപ്പോ വേണമെങ്കിൽ പറയാം, 2 സുഹൃത്തുക്കൾക്കിടയിലുള്ള സംഭാഷണമാണെങ്കിലും ബാബു പറഞ്ഞത് ഇത് മുൻവിധിയോടെ വായിച്ചു തുടങ്ങി, പക്ഷെ ഈ പുസ്തകം നല്ലതായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ചടങ്ങിൽ വന്നത് എന്ന് എന്നോട് അതിന് മുമ്പ് ഇവിടെ കയറുന്നതിന് മുമ്പ് പറഞ്ഞു. അപ്പൊ അതൊരു സാക്ഷ്യമാണ്. നിങ്ങൾക്ക് ധൈര്യമായി ഈ പുസ്തകം വാങ്ങാം, വായിക്കുക മാത്രമല്ല, എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ പുസ്തകത്തെ കുറിച്ച് ഒരുപാട് സംസാരിക്കുകയും വേണം. ഒരുപാട് പേരിലേക്ക് പുസ്തകം എത്തണം, ഒരുപാട് പേരുടെ ജീവിതത്തെ ഈ പുസ്തകം സ്വാധീനിക്കും എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. പക്ഷെ അത് അവരിലേക്ക് എത്തിക്കുക എന്നുള്ളത് നമ്മളെ പോലെയുള്ള വായനക്കാരുടെ ഉത്തരവാദിത്തം. വന്നപ്പോഴും എന്നോടും പറഞ്ഞ അതേ വാക്യാണ്, ഈ പുസ്തകം വായിച്ച് ആദ്യ പേജ് മുതൽ എനിക്ക് വിടാതെ വായിക്കാൻ പറ്റിയത് കൊണ്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഇപ്പൊ കൃഷ്ണകുമാർ എനിക്ക് അയച്ചു തന്നപ്പോഴും ഞാൻ ഇതിന്റെ അഭിപ്രായം ഒരു 3 ദിവസം മുമ്പ് പറഞ്ഞപ്പോൾ കൃഷ്ണകുമാർ എന്നോട് തിരിച്ചു ചോദിച്ചത് എന്നോടുള്ള സ്നേഹം കൊണ്ടല്ലല്ലോ ഇത് വിളിച്ചു പറയുന്നത്, ഒരിക്കലും അങ്ങനെയല്ല. തീർച്ചയായിട്ടും ഏതൊരു എഴുത്തുകാരുടെ ഒക്കെ ആഗ്രഹം എന്ന് പറഞ്ഞ പുസ്തകം പോകാന്നുള്ളതാണ്. പക്ഷെ ഇത് കേവലമായ ഒരാഗ്രഹത്തിന്റെ പുറത്ത് വാങ്ങേണ്ട പുസ്തകമല്ല. നമ്മുടെ ചെറിയൊരു വെളിച്ചമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ, ഇരുട്ടൊന്നും വേണ്ട, ഇരുട്ടൊന്നും ഇല്ലെങ്കിൽ പോലും ചെറിയൊരു വെളിച്ചം നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായിട്ട് ഉണ്ടാവും ഈ പുസ്തകം എന്നതിൽ യാതൊരു സംശയവും. ഉറപ്പായിട്ടും എന്റെ പല നിരാശകളിലും വലിയൊരു ഹെഡ്ലൈറ്റ് ഉറപ്പായിട്ടും ധൈര്യപൂർവ്വം വാങ്ങി വായിക്കാം, ആ ജീവിതത്തോട് ചേർത്ത് വെക്കാം. നേരത്തെ പറഞ്ഞത് ഉപോത്ബലമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടങ്ങ് നിർത്താൻ വെച്ചു. ഞാൻ ഭംഗിയാക്കി പറഞ്ഞതല്ല, പുസ്തകം വായിച്ച് ഇഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ വന്നത്. ഇതിനു മുമ്പൊരിക്കൽ ഒരു സിനിമയുടെ റിവ്യൂ കാണാൻ വേണ്ടി എന്നെ എറണാകുളം വരെ വിളിച്ചു വരുത്തി. ഞാൻ എറണാകുളത്ത് പോയി ആ സിനിമയുടെ റിവ്യൂ കണ്ടിട്ട് അടുത്ത ദിവസത്തെ റൗണ്ട് ടേബിളിൽ പങ്കെടുക്കാതെ തിരിച്ചൊന്നും മനുഷ്യനാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് കൊള്ളാമെങ്കിൽ മാത്രമേ ഞാൻ പരിപാടിക്ക് പോകാറുള്ളൂ. അതുകൊണ്ട് വന്നത് അതിന്റെ സാക്ഷ്യം എന്നുകൂടെ വായിക്കണം. ശരി, ഇനി നമുക്ക് എന്തായാലും ഈ ഞങ്ങളുടെ സംഭാഷണം വേണമെങ്കിൽ ചുരുക്കാം. വേദിയിലുള്ള ആർക്കെങ്കിലും കൃഷ്ണനോടോ വായിച്ച പുസ്തകം വായിച്ച ആളുകൾ എന്ന നിലയ്ക്ക് വേണമെങ്കിൽ ഞങ്ങളോടോ, അത് ഞാൻ അത്ര പ്രിഫർ ചെയ്യുന്നില്ല, ഇവരോട് വേണമെങ്കിൽ ചോദിച്ചോളൂ, എന്നോട് അത്ര ചോദിക്കേണ്ട. എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ നമുക്ക് പറയാം. എനിക്കറിയാം നിങ്ങൾ ഈ ബുക്കിൽ നിന്നും ഈ മനുഷ്യരിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരുപാട് പേര് ഈ കൂട്ടത്തിലുണ്ട് എന്ന് എനിക്കറിയാം. ആ ഇൻസ്പിറേഷന്റെ ഒരു വെളിച്ചം കണ്ടിട്ടുള്ള ആളെന്ന് നിലയ്ക്ക് കൂടെ ആ സ്വാതന്ത്ര്യത്തോടെ നിങ്ങൾക്ക് എന്തും പറയാൻ പറ്റും. ആരുമില്ലേ ഒന്നും സംസാരിക്കാൻ? യെസ്, ഞാൻ ആദ്യമായിട്ടാണ് കൃഷ്ണകുമാറിനെ ഇവിടെ കാണുന്നത്. പക്ഷെ ഈ പേരൊന്ന് പറയോ? എന്റെ പേര് സേതുലക്ഷ്മി. ഞങ്ങൾ ഫേസ്ബുക്ക് വാട്സാപ്പ് വഴി ഒരുപാട് കോണ്ടാക്ട് ഉണ്ട്. ഞങ്ങളുടെ നെയ്ബർ ആയിരുന്ന രാഹുലിന്റെ അമ്മ ഗീതാന്റെ ഇവിടെ ഉണ്ട്. അങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലെ കൗതുകം കാരണം ഒരു കണക്ഷൻ വെച്ച് അങ്ങനെ പിന്നീട് വാട്സാപ്പിലായി. പിന്നെ ഇടയ്ക്ക് മുറയ്ക്കും മെസ്സേജുകൾ, അങ്ങനെ കണ്ട ഒരു വ്യക്തിയാണ്. ബുക്ക് എഴുതി, ബുക്ക് പബ്ലിഷ് ചെയ്തു, അത് ആമസോണിലൂടെ വാങ്ങി.
ഞാൻ എന്ത് ബുക്ക് വാങ്ങിക്കുമ്പോഴും ഞാൻ ആദ്യം ചെയ്യേണ്ട അമ്മയ്ക്കോട് കൊടുക്കും. കാരണം എന്റെ അമ്മ അത്യാവശ്യം നല്ലൊരു വായനക്കാരിയാണ്, അധികം ട്രാവൽ ചെയ്യാറ്, ഒരുപാട് ഹെൽത്ത് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പോ ഈ ബുക്ക് ഞാൻ ഇപ്പൊ വായിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. അതായത് ഈ പറഞ്ഞ, പക്ഷെ അത് ഏറ്റവും ഒരു ടച്ചിങ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഇന്ന് നിങ്ങൾ ഇവിടെ വായിച്ച എല്ലാ ഭാഗങ്ങളും ഇന്ന് ഞാൻ ഈ മറിച്ചു നോക്കിയ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത്. അതായത് ഇതിന്റെ ഒരു മീറ്റർ, അതായത് ഇതിൽ അവസാനം വരുന്നത് സിംപതി, എംപതി ഇതൊന്നുമല്ല. ഒരു മനുഷ്യന്റെ ഫൈറ്റിന്റെ, ഒരാളുടെ കാഴ്ചപ്പാടിന്റെ, ഒരാളുടെ കഴിവിന്റെ വെളിച്ചം മാത്രമാണ്. അത് എന്തുമാത്രം എത്ര നന്നായി ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാമെന്നുള്ളത് മാത്രമാണ് ഈ ബുക്കിന്റെ കണ്ടന്റ്. ഈ നൂറ്റാണ്ടുകളുടെ നടകളിൽ നിന്നുള്ള ടൈറ്റിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഹിസ്റ്ററി കാണുന്നതിനേക്കാൾ കൂടുതൽ കാണുന്നത് ആ ഒരു സ്പിരിറ്റ് ആണ്, ആ അമ്മയുടെ, ആ പറഞ്ഞ ആ ടീമിന്റെ. ആൻഡ് ഈവൻ ആ ഒരു മറിച്ച് നോട്ടം എനിക്ക് ഭയങ്കര ടച്ചിങ് ആയിരുന്നു. അതിലൂടെ എന്റെ അമ്മ പറഞ്ഞ രണ്ട് വാക്കും കൂടെ ഞാനത് നേരിട്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരിക്കൽ. അമ്മ പറഞ്ഞത്, അമ്മ ഒറ്റയിരുപ്പിരുത് വായിച്ചു. അത് പുള്ളിക്കാരി ഇങ്ങനെ ബോർഡൊക്കെ വെച്ചാ വായിക്കുക. ഷീ 75, കണ്ണ് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അമ്മ പറഞ്ഞ, മോളെ ഇത് മനസ്സിനെ സ്പർശിക്കും. പോയ സ്ഥലങ്ങളല്ല, കണ്ട കാര്യങ്ങളല്ല, പക്ഷെ എവിടേക്കോ നമ്മളെ കൈപിടിച്ച് കൊണ്ടുപോകും. ആ ഒരു വെളിച്ചം ഈ പുസ്തകം പകർന്നു നൽകുന്നുണ്ട്. അതുകൊണ്ട് കഴിയുന്നത്ര വായിക്കുക, കഴിയുന്നത്ര വായനക്കാരിലേക്ക് ഇത് എത്തിപ്പെടണമെന്നൊരു വലിയ ആഗ്രഹമുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഇദ്ദേഹത്തിനെ കണ്ടതിൽ സന്തോഷം. എന്റെ പേര് ഫാത്തിമ ബത്തൂൽ. കുട്ടേട്ടനുമായിട്ട് ഞാനിവിടെ പുസ്തകം വായിച്ച ഒരാളായിട്ടാണ് നിൽക്കുന്നത്. ചോദിക്കാനല്ല, എനിക്ക് പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങൾ ഇവിടെ ഇരിക്കുന്ന വായിക്കാത്തവരുമായിട്ട് പറയാൻ വേണ്ടിയിട്ടാ. കാരണം കുട്ടേട്ടനായിട്ടുള്ള പരിചയം പറഞ്ഞു തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരു 4-5 വർഷം മുന്നേ, കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കൊറോണ കാലത്ത് വാട്സപ്പ് വഴി ഉണ്ടായ ഒരു ബന്ധമാണ്. ഈ പറയുന്ന ഒരിടത്തിന് വേണ്ടി കൂട്ട് എന്ന് പറയുന്ന ഞങ്ങളുടെ വളണ്ടിയർ വിങ്ങിന്റെ ഭാഗമായിക്കൊണ്ട് കുട്ടേട്ടനെ പരിചയപ്പെട്ട ഒരാളാണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ സുഹൃത്ത് വലയങ്ങളിൽ എനിക്കുള്ള ഒരു പേരുണ്ട്, ഇങ്ങനെ കുന്നു കുലുങ്ങിയാലും കുഞ്ഞാത്ത് കുലുങ്ങൂല, എന്ത് സംഭവിച്ചാലും ഇങ്ങനെ നിൽക്കും എന്നുള്ളത്. പക്ഷെ ഞാൻ കുട്ടേട്ടനെ കാണുമ്പോൾ, കുട്ടേട്ടനോട് സംസാരിക്കുമ്പോൾ അന്ന് ആ ഒരു അങ്ങനെയുള്ള നിമിഷങ്ങളിൽ ഇങ്ങനെ എന്താണ് ഒരു മനുഷ്യൻ, എന്താവണം, അല്ലെങ്കിൽ വിൽ പവറിന്റെ ശക്തി എത്രത്തോളം ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ ബോധ്യപ്പെടുന്ന ഒരുപാട് നിമിഷങ്ങളാണ് കുട്ടേട്ടൻ എന്ന മനുഷ്യനെ എനിക്ക് പ്രിയപ്പെട്ടതാക്കുന്നത്. അപ്പം ഈ പുസ്തകത്തിനെ കുറിച്ച് ഞാൻ വായിച്ചത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് തിരുവനന്തപുരത്തേക്ക് കൊച്ചിയിലേക്ക് പോകുന്ന വഴി ഒരു 3 മണിക്കൂറിലാണ് ട്രെയിനിൽ ഇരുന്നിട്ട് ഞാനിത് വായിക്കുന്നത്. വലിയൊരു ഗ്യാപ്പിന് ശേഷമാണ്. പണ്ടൊക്കെ ഒരു ഒറ്റയിരിപ്പിൽ പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു, പക്ഷെ ഇപ്പൊ ആ കഴിവ്, ആ ശേഷിയൊക്കെ നഷ്ടപ്പെട്ടു പോയി. പക്ഷെ എന്നിട്ടും ഞാൻ ഇതിങ്ങനെ ഒറ്റയിരിപ്പിൽ തീരുമെന്നൊന്നും പ്രതീക്ഷിച്ചെടുത്തതല്ല. പക്ഷെ എന്നിട്ട് പോലും കൊച്ചിയിൽ അങ്ങ് എത്തുമ്പോൾ, എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോൾ ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞ് മടക്കിയിട്ട് നിറ കണ്ണുകളായിട്ടാണ് ഞാൻ ആ ട്രെയിനിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പൊ അത് തന്നെയാണ് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്. നിങ്ങൾ എല്ലാവരും ഇത് വായിക്കണം. ഈ പുസ്തകം നിങ്ങളെ ഒരു മനുഷ്യനാക്കും. നിങ്ങളുടെ മനുഷ്യത്വത്തെ, അല്ലെങ്കിൽ നമ്മൾ എന്താവണം എന്നുള്ളതിനെ തൊട്ടുണർത്താൻ പുസ്തകത്തിന് പറ്റും. അതുപോലെ പുസ്തകത്തിനെ പരിചയപ്പെടുത്തിയ സമയത്ത് ഞാനും പറഞ്ഞു തുടങ്ങിയത് ഇങ്ങനെയായിരുന്നു. ഈ പുസ്തകത്തിന്റെ കവർ പേജ് കാണുമ്പോൾ ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ ഒരു വായനക്കാരന്റെ ഉള്ളിൽ വന്നേക്കാവുന്ന ചില മുൻവിധികളുണ്ട്. ആ മുൻവിധികളെല്ലാം പാടെ തകർത്ത് കളയുന്ന രൂപത്തിലാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട കുട്ടേട്ടൻ ഈ പുസ്തകം എഴുതി തീർത്തിട്ടുള്ളത് എന്നുള്ളത്. അതുപോലെ അവസാനമായിട്ട് പരാതികളും പരിഭവങ്ങളും ഒക്കെ മുന്നോട്ടുള്ള യാത്രയിൽ മുതൽക്കൂട്ടായി കാണുന്ന ഇന്നത്തെ തലമുറയിൽ ഞാനൊരു 21 വയസ്സുകാരിയാ. അപ്പം കൂടെയുള്ള മനുഷ്യരൊക്കെ ഒന്നല്ലെങ്കിൽ ഒന്ന് എന്ന രൂപത്തിൽ ഒരുപാട് പരാതികളും പരിഭവങ്ങളായിട്ടാണ് ദിനങ്ങൾ തള്ളി നിൽക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള മനുഷ്യർക്ക് ഈ പുസ്തകം പറഞ്ഞു വെക്കുന്ന ചില പച്ചയായ യാഥാർത്ഥ്യങ്ങളുണ്ട്. സ്നേഹത്തിന്റെയും ഉൾക്കൊള്ളലിന്റെയും ഒക്കെ ചില പാഠങ്ങളുണ്ട്. അപ്പോ നിങ്ങൾ എല്ലാവരും വായിക്കണം. കുട്ടിയുടെ എന്റെ അടുത്ത് ഞങ്ങള് ഒരു 2-3 ആഴ്ച മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് പ്രകാശനൊന്നും കഴിഞ്ഞിട്ടില്ല. അന്ന് കുട്ടിയുടെ എന്റെ അടുത്ത് പറഞ്ഞൊരു ആഗ്രഹമായിരുന്നു, ഇതൊരു ബെസ്റ്റ് സെല്ലർ ആവണം എന്നുള്ളത്. അപ്പം ആ ബെസ്റ്റ് സെല്ലർ ആകാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും നമ്മുടെ കുട്ടിയേട്ടന്റെ കൂടെ ഉണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, പിന്നെ അമ്മ ഇവിടെ ഇല്ല, അമ്മയെ കൂടെ ഞാനിത് വായിച്ചു കഴിഞ്ഞ ഉടനെ കുട്ടിയേട്ടൻ മെസ്സേജ് അയച്ചിരുന്നു. ഇങ്ങനെ ഒരു മനുഷ്യനെ നമുക്ക് സമ്മാനിച്ച ആ അച്ഛനും അമ്മയ്ക്കും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. സോ താങ്ക് യു സോ മച്ച്. നന്ദി. ബത്തൂർ ഒരു മെസ്സേജാണ് അയച്ചത്. 5 മിനിറ്റ് 6 മെസ്സേജ് അയച്ചത് ഒരുമിച്ച്.
പേരെന്തായിരുന്നു? ഫാത്തിമ ബത്തൂൾ. ഫാത്തിമയുടെ സംസാരം കേൾക്കുമ്പോൾ നമുക്കറിയാം ഫാത്തിമ നന്നായി ആശയങ്ങൾ പറയുന്ന കൂട്ടത്തിലാണ്. ഇനി ആരെങ്കിലും പുസ്തകം വായിച്ചവരോ വായിക്കാത്തവരോ പറയും. ഗീത എൻ്റെ മകൻ വഴിയാണ് കൃഷ്ണനെ പരിചയപ്പെടുന്നത്. കുട്ടാന്നാണ് ഞാൻ സ്വാതന്ത്ര്യത്തോടെ പറയാതെ വിളിക്കാറുണ്ട്. ശ്രീജാമ്മൻ പറഞ്ഞ പോലെ നമ്മളെ പോലെ ആരോഗ്യമുള്ളവരെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും ഞാനിവിടെ ഉണ്ട്. അങ്ങനെയാണ്. പിന്നെ പുസ്തകം എനിക്ക് വാങ്ങാൻ പറ്റാത്തതിന്റെ മെയിൻ കാരണം എൻ്റെ മകൻ എറണാകുളത്ത് ബുക്ക് റിലീസിങ്ങിന് പോയപ്പോൾ അമ്മയ്ക്കുള്ള കോപ്പി ഞാൻ വാങ്ങി കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അയ്യടാ നീ എന്നെ പറ്റിച്ചല്ലോ, ബുക്ക് വാങ്ങിക്കാണ്ട് അവൻ അതിനുശേഷം എൻ്റെ ഇങ്ങോട്ട് വന്നുമില്ല തിരുവനന്തപുരത്തോട്ട്. പക്ഷെ എങ്കിലും കുറച്ചൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. യാത്ര എന്ന മാസികയിൽ വന്ന ആർട്ടിക്കിൾ വായിച്ചിരുന്നു. അതിൽ അധികർത്തണ്ട എന്ന് പറഞ്ഞ ആ ആഹാര സാധനത്തിനെ കുറിച്ച് എനിക്ക് ഇപ്പോഴും അത് കഴിക്കാൻ തോന്നി. ഇതുവരെ പേര് പോലും ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അങ്ങനെ ഒരു ഫുഡായിട്ട് ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ കാര്യത്തിനെ കുറിച്ചും നമുക്ക് പറയാൻ പറ്റുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ നൂറ്റാണ്ടുകളുടെ നടകളിലേക്കാൾ ഇത് തലമുറകളുടെ നട എന്ന് പോലും നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ശാരീരിക പരിമിതികളുള്ള മാത്രമല്ല, അല്ലാത്ത കുട്ടികളും കുട്ടികളുടെ രക്ഷിതാക്കൾ പോലും കേൾക്കേണ്ടതും വായിക്കേണ്ടതുമാണ്. അങ്ങനെയുള്ളവരിവിടെ ഉണ്ടോ എന്നറിയില്ല ഈ ഓഡിയൻസിൽ. യാതൊരു മൊബിലിറ്റി പ്രോബ്ലം ഇല്ലാത്തവർ ചുമ്മാ ഒരു മൊബൈലും കൊണ്ട് ചാഞ്ഞിരുന്ന് ആരോഗ്യവും ആയുസ്സും വെറുതെ കളയുന്ന ഇക്കാലത്ത് ഇതുപോലെയുള്ള പുസ്തകങ്ങളും ഇത് എഴുതാൻ മറ്റുള്ളവരെയും കൂടി പ്രേരിപ്പിക്കുകയും ജീവിതം ഇങ്ങനെയൊക്കെ ഉണ്ട് സാധ്യതകൾ എന്നുപോലും കാണിച്ചു കൊടുക്കുന്ന, എല്ലാവർക്കും കൂടി പ്രചോദനമേകുന്ന ഒരു പുസ്തകം തന്നെയാണ് ഇത്. കൃഷ്ണനോട് സംസാരിച്ചാൽ തന്നെ നമുക്കൊരു പോസിറ്റിവിറ്റി വരും. ഞാൻ ചുമ്മാ ഒരു ആക്സിഡന്റ് പറ്റി കൈയൊടിഞ്ഞ് വീണപ്പോൾ തന്നെ ഞാൻ വളരെ ഡിപ്രസ്ഡ് ആയിപ്പോയി. അപ്പൊ പോലും എന്നെ വിളിക്കും, അമ്മ എന്നാണ് വിളിക്കുന്നത്, അമ്മ എങ്ങനെയുണ്ട് മാറി. അപ്പൊ ഞാൻ വിചാരിക്കും ഈ വിളിക്കുന്ന ആള് എത്രത്തോളം ഇതിലാണ്. നമുക്ക് ചെറിയൊരു കയ്യിന് ആക്സിഡന്റ് പറ്റിയുള്ളൂ. അപ്പൊ അത്രയും കൺസേണും കെയറും. പിന്നെ ശ്രീരാമൻ പറഞ്ഞ പോലെ ആ ഒരു ചങ്ങല നെറ്റ്വർക്ക് ഗോസ് ഓൺ കീപ്പിംഗ്, അത് കണ്ടിന്യൂ ചെയ്യും. നമ്മൾ പിടിവിട്ടാലും നമ്മളെപ്പോഴെങ്കിലും ഒന്ന് വിളിക്കാൻ വിട്ടുപോയാലും കൃഷ്ണൻ അത് മറക്കില്ല. അതുകൊണ്ടാണ് പുസ്തകം വായിക്കാൻ എനിക്ക് ഇനിയിപ്പോ അടുത്ത ആഴ്ച മോൻ വരുമ്പോഴേ പുസ്തകം എനിക്ക് കൈ കിട്ടുള്ളൂ. എന്നാലും ഞാൻ ഇവിടെ വന്നത് എനിക്ക് കൃഷ്ണനെയും കാണണം. എല്ലാവരും പറയുന്നതും വായിച്ചവർ ഇതിനെ കുറിച്ച് പറയുന്നതും എനിക്ക് കേട്ടിട്ടേ പറ്റും. അതുകൊണ്ട് മാത്രം അപ്പൊ ഇങ്ങനെ ഒരു അവസരം ഉണ്ടായതിന് എല്ലാവരോടും നന്ദി പറയുന്നു. താങ്ക് യു. എന്റെ പുസ്തകത്തിന്റെ എഡിറ്റ് ചെയ്ത രാഹുലാണ്. രാഹുലിന്റെ അമ്മയാണത്. അപ്പൊ ആ എഡിറ്റർക്കും ഉണ്ട് ഒരു കൈയടി. കാരണം വളരെ മികച്ച ഒരു വായനാനുഭവമായി ആ പുസ്തകം എഡിറ്റ് ചെയ്തിട്ടുണ്ട്. അത് പറയാതെ വയ്യ, നല്ല വൃത്തിയായിട്ട് തന്നെ അത് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ എത്ര പറയണ്ട എന്റെ പുസ്തകത്തിന് പേര് എത്ര ഞാനുണ്ട് കേട്ടോ. അത് ദയാരാജന് മുന്നരാമാണ്. മധു എന്റെ പബ്ലിഷർ വിളിച്ചിട്ട് 12 മണിക്കാണ്, ഉച്ചയ്ക്ക് 12 മണിക്ക് വിളിച്ചിട്ട് എഗ്രിമെന്റ് തയ്യാറാക്കുന്നത്. 5 മണിക്ക് പേര് വേണമെന്ന് പറഞ്ഞു. ഞാൻ അന്ന് എന്തൊക്കെയോ ശരീരം പണി വന്ന ദിവസമായിരുന്നു. ഈ സാധനം വന്നു പേരിടുന്ന കാര്യം. വൈകിട്ട് 5 മണിക്ക് ഒരു വീഡിയോ കോൾ ആയിട്ട് നമുക്കൊരു പതിവുണ്ട്. നമ്മൾ എല്ലാവരും ഇങ്ങനെ പരദൂഷണം പറയുന്ന ഒരു സമയമാണ് 6 തൊട്ട് 7 മണി എന്ന് പറയുന്നത്. ആ സമയത്തൊരു വീഡിയോ കോളിലാണ് അയ്യോ ഇത് പേര് കിട്ടിയിരുന്നുണ്ടോ എന്ന് പറയുമ്പോൾ കൂട്ടത്തിലുണ്ടായിരുന്ന ദയ നമുക്ക് ഇങ്ങനൊരു പേര് ഇട്ടാലോ എന്ന് ചോദിക്കുന്നതും അത് ഗംഭീരമായിട്ടുണ്ട്. ഇപ്പൊ തന്നെ വിളിക്കാൻ വന്ന നൗഷാദിക്ക് വിളിച്ച പേര് അങ്ങനെ ഉറപ്പിക്കുന്നു. ദയ ഇവിടെ ഉണ്ട് ഇപ്പൊ. അത് ഗംഭീര പേരാണ് എന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞു. ഒരിക്കൽ കൂടി പറയുന്നു, അതിഗംഭീര പേരാണ്. ഈ പുസ്തകം തഞ്ചാവൂർ യാത്ര എന്നോ ഒക്കെ പറഞ്ഞിരുന്നെങ്കിൽ നമുക്കതൊരു സാധാരണ ബുക്കായി മാറിയത്. പക്ഷെ അതിന് ഒരുപക്ഷെ ലൈയും കൃഷ്ണനും ഉദ്ദേശിക്കുന്നതിനേക്കാൾ അർത്ഥതലങ്ങൾ വന്നു അവരുടെ പേരില്. വളരെ മനോഹരമായ പേര്. ഇനി ആരെങ്കിലും പറയും? ഹലോ, എൻ്റെ പേര് മനോജ് എന്നാണ്. അപ്പോൾ ഓക്കെ, കൃഷ്ണനെ ഇന്നാണ് ആദ്യമായിട്ട് കാണുന്നത്. പക്ഷേ ഐ തിങ്ക് ഒരു 7-8 years ആയിട്ട് നമ്മുടെ കോൺടാക്റ്റിലുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിന്റെ കിൻഡിൽ വേർഷന്റെ ഫസ്റ്റ് റീഡർ ഞാനാണെന്ന് തോന്നുന്നു. ഈ ബുക്ക് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഞാൻ ചോദിച്ചു, ആശാനെ കിൻഡിൽ വേർഷൻ അവൈലബിൾ ആണ്, എനിക്ക് അതായിരുന്നു സൗകര്യം. അപ്പം കൃഷ്ണ പറഞ്ഞു യെസ് എന്തായാലും ഉണ്ടാകുമല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ അതുകൊണ്ട്. അപ്പൊ അത് ഇതിന്റെ ലിങ്ക് വന്നപ്പോൾ ഞാൻ ചോദിച്ചു എവിടെ ആശാനെ കിൻഡിൽ വേർഷൻ? അതുകൊണ്ട് പറഞ്ഞു ഇപ്പൊ വരും, അതുകൊണ്ട് 2 ദിവസത്തിനകത്ത് വരാപ്പാക്കുന്നു പറഞ്ഞു. ആക്കി
എനിക്ക് ഓർമ്മ ചെയ്യുകയാണെങ്കിൽ അന്ന് നമ്മുടെ ട്രിവാൻഡ്രത്തെ ലോക്കൽ ഇലക്ഷൻ ദിവസമായിരുന്നു. അത് രാവിലെ ഇങ്ങനെ വാട്സാപ്പിൽ ഇങ്ങനെ വന്നു, ഇതാണ് ലിങ്ക്. ഓക്കെ, അപ്പൊ തന്നെ ഞാൻ വാങ്ങിച്ചു. അന്ന് അവധിയായിരുന്നു, അതുകൊണ്ട് ടൈം കിട്ടി. ഒരു 3-4 മണിക്കൂർ കൊണ്ട് വായിച്ചു തീർത്തു. അപ്പൊ അതിനപ്പം തന്നെ ഞാൻ ഈ കിൻഡിലിനകത്താണെങ്കിൽ അപ്പം തന്നെ റിവ്യൂ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ മനസ്സിൽ വന്ന എല്ലാവരും ചാടി പിടിച്ച് ഞാൻ നേരത്തെ എഴുതി റിവ്യൂ ഇട്ട് കൊടുത്തു. മനോജ്, ഇപ്പൊ ഞങ്ങളിങ്ങനെ എന്താ ഈ ഏബിൾഡ് മനുഷ്യന്മാരെ ചിന്തിക്കുന്ന പോലെ അല്ലല്ലോ നിങ്ങളുടെ ചിന്തവരെ. ഈ പുസ്തകം എങ്ങനെയാ മനോജിനെ സ്വാധീനിച്ചത്? അതായത് ഇപ്പൊ യാത്ര ചെയ്യുന്ന കൂട്ടത്തിലാണോ? ഈ പറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളെല്ലാം ഞാൻ പോയിട്ടുണ്ട്. ഈ രാമേശ്വരം യാത്ര കൃഷ്ണൻ പോയതിനു ശേഷം ഞാൻ പോയിട്ടില്ല. തഞ്ചാവൂർ ഞാൻ 2007 പോയിട്ടുണ്ട്. ട്രാവൽ എനിക്ക് ഇഷ്ടമാണ്. അപ്പം പുസ്തകം എഴുതാത്തതിൽ ഒരു ദുഃഖം തോന്നിയോ? ഒരു പുസ്തകം എഴുതായിരുന്നു തോന്നിയോ? അറിയാതെ പണിക്ക് പോയ പോലെ. എന്നാൽ എനിക്ക് തോന്നുന്നു ഇത് തുറന്നു വെക്കുന്ന ഒരു ചിന്തയുണ്ട് അല്ലെ, നമ്മളെ കുറച്ചുകൂടെ യാത്രകളിൽ കുറച്ചുകൂടെ ഡീപ്പറായി ചിന്തിക്കാൻ. യാത്ര എന്നുള്ളതൊക്കെ ഉപരിയായിട്ട് ഇത് സൂപ്പർഫിഷ്യലി നമുക്ക് ജസ്റ്റ് ഒരു ട്രാവലോഗാണ്. പക്ഷെ അങ്ങനെ അല്ല. There's a deeper meaning to it. You have to be open to a lot of things. And പിന്നെ കുറച്ച് ഫിലോസഫിക്കലായിട്ടുള്ള കുറച്ച് നോട്ട്സ് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ ഹൈലൈറ്റ് ചെയ്തു. പക്ഷെ ഇങ്ങനെ ഇതുണ്ടായിരുന്നുണ്ടെങ്കിൽ ഞാനത് കൊണ്ടുവന്നേ. അതൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ? ശരി. അപ്പൊ എനിക്ക് പറയാൻ വന്നത്, ഞാൻ പറയാൻ വന്ന വെച്ചാല് ഇതിപ്പോ ഫസ്റ്റ് വണ്ണാണ്. ഇനി യാത്രകൾ തുടരണം, ഇനി പുസ്തകം എഴുതണം. യാത്രകളൊന്നും ഇനി ഉണ്ടാകത്തില്ല. ഇല്ല, ഇത് ആദ്യത്തതും അവസാനത്തതുമായ യാത്രകളാണ് ഉണ്ടാകും. പുസ്തകം ഉണ്ടാകും, അത് എന്നുണ്ടാകും, എപ്പോ ഉണ്ടാകും എന്നറിയണം. പക്ഷെ യാത്രയുടെ പശ്ചാത്തലത്തിൽ കാരണം പൊറ്റക്കാരൻ ഗംഭീരമായ നോൺ ഫിക്ഷനെ കഴിവച്ചു. പക്ഷെ പുള്ളി എപ്പോഴും അറിയപ്പെട്ട യാത്രാ സാഹിത്യകാരൻ. അതൊരു കാറ്റഗറൈസ് ചെയ്യപ്പെടാൻ ഒരു രീതിയിലും ജീവിതത്തിൽ തന്നെ ആഗ്രഹമില്ലാത്തൊരു മനുഷ്യനായതുകൊണ്ട് യാത്ര വേണം. അതിന് ഞങ്ങൾ ഇതിനെ ഒരു വെറും യാത്രാ വിവരണമായിട്ടല്ല കണ്ടിട്ടുള്ളത് കേട്ടോ. ഇതിൽ യാത്രയും കൂടെ ഉണ്ട് എന്നതിനപ്പുറത്ത് ഇതൊരു എല്ലാം കൂടെ ചേർന്ന ഒരു ഒന്നാന്തരം ശ്രീനിവാസൻ സിനിമയായിട്ടാണ് തോന്നിയത്. എൻ്റെ ഒരു ബാലു, ട്രിവാൻഡ്രത്താണ്. കൃഷ്ണൻ എന്ന പ്രിയപ്പെട്ട സുഹൃത്തിനെയും ഒരു എഴുത്തുകാരനെയും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പോസ്റ്റുകളൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ ആ പറഞ്ഞ എക്കോ സിസ്റ്റം അത് അടുത്തറിയാനും ഒരു മോട്ടിവേറ്റർ എന്ന നിലയിൽ കൃഷ്ണനെ എനിക്ക് വളരെ കടുത്ത പരിചയമുണ്ട്. പക്ഷെ അതിനുപരിയായിട്ടൊരു ഒരു ബുക്ക് എഴുതുക അല്ലെങ്കിൽ ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ ഒരു വലിയൊരു യാത്രികൻ, സഞ്ചാരി എന്നുള്ള നിലയിൽ എനിക്ക് ഇപ്പോൾ ഈ ബുക്കിലൂടെ ഞാൻ കൂടുതൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ ബുക്ക് വായിച്ചപ്പോൾ എനിക്ക് കൂടുതൽ തോന്നിയത് ഇത് ഒരു മനുഷ്യരുടെ അല്ലെങ്കിൽ ജീവിതങ്ങളെ പറ്റിയുള്ള ഒരു എഴുത്ത് തന്നെയാണ്. അതായത് ചരിത്രകാലവും അല്ലെങ്കിൽ ആധുനികകാലവും എല്ലാം കടന്നു പോകുന്ന മനുഷ്യൻ തന്നെയാണ് ഇത് പ്രധാനം. അതായത് ജീവിതങ്ങളുടെ വായന തന്നെയാണ് അത്. അപ്പോൾ എന്നെ ഒരു യാത്ര ചെയ്യാൻ പഠിച്ചു തന്നിരുന്ന എന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ ഒരു പ്രധാന കാരണം കൃഷ്ണൻ തന്നെയാണ്. കൃഷ്ണനോട് എന്ന് പറയുന്നത് അതുപോലെ എനിക്ക് ചുറ്റുമുള്ള ഒരു വീൽ ചെയറിലിരിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ഒരു ഭിന്നശേഷിക്കാരൻ എന്നതിനുപരിയായി സമാനമായ യാത്ര ചെയ്യാൻ പഠിച്ചിരിക്കുന്ന ഭിന്നശേഷിക്കാരൻ അല്ലാത്തവർക്കും ഇതൊരു വായിച്ചിരിക്കേണ്ട അല്ലെങ്കിൽ നല്ലൊരു അനുഭവം തന്നെ ആയിരിക്കും വായന എന്നെനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഈ കൃഷ്ണൻ പറഞ്ഞ യാത്ര എത്ര വലിയ സ്പേസിലൂടെ ചെയ്യുന്നു എന്നുള്ളതല്ല, കൂടെ യാത്ര ചെയ്യുന്ന ഒരു അരക്കെ അത് തന്നെയാണ് യാത്രയിൽ അതിൻ്റെ ജീവിതത്തിലായിരുന്നു നമുക്ക് മുതൽക്കൂട്ട് എന്നുള്ളതും ഇതിൽ തന്നെ അല്ലെങ്കിൽ കൃഷ്ണന്റെ ഒരു അനുഭവങ്ങളിൽ തന്നെ അറിയാൻ കഴിഞ്ഞിട്ടുള്ളതാണ്. വായന അത് കൂടുതൽ ഒരു തെളിവോടെ അറിയിച്ചു തന്നതാണ്. എന്തായാലും കൃഷ്ണൻ ഇനിയും ഒരുപാട് എഴുതണം. യാത്രാവിവരണമല്ല, മറ്റ് എന്തായാലും അനുഭവങ്ങളുടെ ഒരു തെളിഞ്ഞനുണ്ട്. അത് ഇനി ഒരുപാട് നമുക്ക് വായിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് എനിക്ക് തോന്നുന്നത് അതെ വൈൻഡ് അപ്പ് ചെയ്യാൻ പറ്റിയ ഒരു കറക്റ്റ് സ്ഥലമാണെന്ന് തോന്നുന്നു. ഒരുപാട് പേരെ ഇതുപോലെ പ്രചോദിപ്പിക്കാൻ, അടഞ്ഞു കിടക്കുന്ന വാതിൽ തുറക്കാൻ പറ്റട്ടെ കൃഷ്ണ എഴുത്തിലൂടെ, സംസാരത്തിലൂടെ, കൃഷ്ണന്റെ സൗഹൃദങ്ങളിലൂടെ
ഒരുപാട് പേർക്ക് ആ വാതിലുകൾ തുറന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റട്ടെ എന്നുള്ള ഒരു നോട്ടിൽ നമുക്ക് തൽക്കാലം ഇത് ഈ ഒരു ചർച്ച അവസാനിപ്പിക്കാൻ തോന്നുന്നു. കൃഷ്ണന്റെ ഒരു എന്താ ചോദിക്കണം? ചോദിക്കും. എന്റെ പേര് ശ്രീജിത്ത്. ഞാനും കൃഷ്ണനോട് ലാൻഡ് ഫോണുകളുടെ കാലം പോലുള്ളൊരു ബന്ധം. മൊബൈൽ ഫോൺ കണ്ടുപിടിക്കാൻ മുമ്പ് തന്നെ എന്നെ പേരിച്ച് ലാൻഡ് ഫോൺ കട്ട് ചെയ്ത ഒരാളാണ്. അന്ന് നിരന്തരം ഞങ്ങൾ ലാൻഡ് ഫോണിൽ സംസാരിക്കുകയായിരുന്നു. ലാൻഡ് ഫോൺ കംപ്ലൈന്റ് ആയി കൃഷ്ണമാരെ വിളി വരാതായി. അതാണ് കൃഷ്ണമാർ പറഞ്ഞത്. കൃഷ്ണമാറിന്റെ വിളി പേടിച്ച് ലാൻഡ് ഫോണിൽ കട്ട് ചെയ്യുമായിരുന്നു മനഃപൂർവ്വം കൃഷ്ണമാർ. പിന്നീട് വീണ്ടും നമ്മൾ കോണ്ടാക്ട് ചെയ്ത് സംസാരിക്കും. എനിക്കൊന്ന് 10 വർഷത്തിന് അടുത്തായിട്ടുണ്ടായിരിക്കണം എനിക്ക് ഓർമ്മ. ഞാൻ പറഞ്ഞ പോലെ ഇതേ സാഹചര്യത്തിലുള്ള ഒരാളാണെങ്കിൽ ഈ മടി ഭയങ്കരമായിട്ട് ഉള്ള ഒരാളാണ് ഞാൻ വ്യക്തിപരമായി. അപ്പൊ ഞാൻ ഈ പോസ്റ്റ് ഗ്രാജുവേഷന് കഴിഞ്ഞിരിക്കുമ്പോൾ കൃഷ്ണമാർ എന്നെ എപ്പോഴും വിളിക്കും, അല്ലെങ്കിൽ ഇരുന്നാൽ പോലെ ഒരു ജോലിയൊക്കെ പഠിക്കണം എന്ന് പറയും. അപ്പൊ ഞാൻ പറയും വയ്യാളിയായി എനിക്ക് ഹിസ്റ്ററിയൊക്കെ പഠിക്കണം. ഒരു 2 ആഴ്ച കഴിയുമ്പോഴത്തേനും വീട്ടിൽ ഒരു പുസ്തകം കൂടുതലെത്തും. അത് ഹിസ്റ്ററി സ്വാധീനിക്കും. വീണ്ടും ഇങ്ങനെ എന്നോട് ചോദിക്കും അടുത്ത ടെസ്റ്റായി ഇനി എന്താ അപ്ലൈ ചെയ്തോ? ചെയ്ത് ഇംഗ്ലീഷ് ഗ്രാമറൊക്കെ പഠിക്കാണ്ട് അത് ടെസ്റ്റൊക്കെ പോയി. ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ കൃഷ്ണകുമാറിന്റെ അധ്യാപനം എഴുതിയൊരു ഇംഗ്ലീഷ് ഗ്രാമർ പുസ്തകം എനിക്ക് കൊറിയറിൽ വന്നു. അങ്ങനെ എന്നെ വിടാതെ പിന്തുടർന്ന് PSC ടെസ്റ്റ് എഴുതി വെച്ച് ഇപ്പൊ ഞാൻ KSF സ്പെഷ്യൽ കേഡർ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എന്താണ് കൃഷ്ണകുമാർ ഓരോ വ്യക്തിയായിട്ട് ആ സൗഹൃദത്തിലെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുമായി ചേർന്നതിനാൽ അവരുടെ ജീവിതത്തിൽ കൃഷ്ണകുമാർ എന്തെല്ലാം മാറ്റം വരുത്തും എന്നുള്ളതിൽ ഇരിക്കുന്നതിൽ ഒരു വലിയ ഉദാഹരണം ഞാൻ തന്നെയാണ് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ കൃഷ്ണകുമാറിന് ഈ യാത്രകൾ തുടരണം. മാത്രമല്ല കൃഷ്ണകുമാരോട് ഞാൻ ഈ പറയുന്ന പോലെ എല്ലാ ദിവസവും സംസാരിക്കും. ഒരു 10 മണി മുതൽ 10:20 വരെ കൃഷ്ണകുമാറിന്റെ സമയമാണ്. ആ സമയത്ത് വേറെ ഫോണുകളോ ചെയ്യാൻ പറ്റില്ല. കൃത്യ ആ സമയത്ത് കിഷോറായിട്ട് അടുത്തിരിക്കുന്ന കിഷോറായിട്ട് കോൾ കണക്ട് ചെയ്യും, സംസാരിക്കും. ആ സമയത്ത് ഫ്രീ ആയി ഇരിക്കണം. അതാണ് കൃഷ്ണകുമാറിന്റെ നിയമം. കൃഷ്ണൻ 10 മണിക്ക് കോൾ വരെ എടുക്കണം, സംസാരിക്കണം. എന്തുകൊണ്ടറിയാമെന്നാണ് ചോദ്യം. അപ്പൊ ഞാൻ മിക്ക കാര്യങ്ങളും കൃഷ്ണകുമാരായിട്ട് വെറുതെ തർക്കിക്കും. എന്ത് ന്യായം കൃഷ്ണകുമാരുടെ ഭാഗത്താണെന്ന് എനിക്കറിയാം, അവനും അറിയാം, ഈ കോള് കണക്ട് ചെയ്യുന്ന കിഷോറിനെ അറിയാമെങ്കിലും തർക്കിച്ച് ഞാൻ ജയിച്ചു, കൃഷ്ണകുമാർ തോറ്റു എന്നുള്ള രീതിയിൽ ഞാൻ ഫോൺ കട്ട് ചെയ്തിട്ട് പോകും. പക്ഷെ അടുത്ത ദിവസം 10 മണിക്ക് കോള് വരും. എന്തുകൊണ്ടറിയാം ശേഷം ഇതാണ്. അപ്പൊ അതാണ് ഇപ്പൊ നമ്മളിവിടെ നിന്ന് എല്ലാവരും പറഞ്ഞ പോലെ ആ ഒരു സൗഹൃദത്തിന്റെ ചങ്ങല പൊട്ടാതെ അതിനെ കൊണ്ടു നടക്കാൻ കൃഷ്ണകുമാറിനോളം കഴിവ് മറ്റൊരാൾക്കും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ കൃഷ്ണകുമാറിന്റെ പുസ്തകത്തിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ അബ്ദുൽ കലാമും കൃഷ്ണകുമാറും തമ്മിലുള്ള ഒരു ബന്ധം ഇവിടെ സൂചിപ്പിച്ചു. അമ്മമാരെ പറ്റി സൂചിപ്പിച്ചു. അത് അമ്മമാരെ പറ്റി പറയുമ്പോൾ അതിനകത്ത് ഒരു കാര്യം കൃഷ്ണകുമാർ പറയുന്നുണ്ട്. നമ്മൾ ഈ കണ്ടീഷനിൽ ഇരിക്കുന്ന എല്ലാവരെയും അത്രത്തോളം കെയർ ചെയ്തിട്ട് പോകുന്നത് നമ്മുടെ അമ്മമാരാണ്. നമ്മൾ ചിലപ്പോൾ ഒരു പക്ഷേ പെട്ടെന്ന് പൊട്ടിത്തെറിച്ച് ദേഷ്യപ്പെടുന്ന അമ്മമാരോട് മാത്രമായി വിശ്വസിച്ച് ദേഷ്യപ്പെടാൻ അവരോട് മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ. അപ്പൊ അതിനകത്ത് കൃഷ്ണകുമാർ പറയുന്നുണ്ട് അമ്മയോട് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കൊരു പശ്ചാത്താപം. അപ്പൊ അതിന് കൃഷ്ണകുമാർ എഴുതുന്നുണ്ട് എന്റെ പിഴ, എന്റെ ഏറ്റവും വലിയ പിഴ. അത് പലപ്പോഴും ഞാനും നമ്മളെല്ലാവരും അമ്മമാരോട് തർക്കിച്ച് കഴിയുമ്പോൾ ദേഷ്യപ്പെട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് നമ്മളെ അങ്ങനെ കുറ്റബോധം ഉണ്ടാവുന്നത്. അത് വായിച്ചപ്പോൾ എനിക്ക് വല്ലാതെ എന്നെ പറയുന്ന പോലെ എന്റെ കണ്ണ് നിറയിച്ച ഒരു വരിയാണ്. പിന്നെ കൃഷ്ണകുമാരോട് ചോദിച്ചു ഈ പുസ്തകം വായിച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം ഏതാണെന്ന്. അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം ഈ പുസ്തകത്തിന്റെ അവസാന ഭാഗം നീ ആ രാമേശ്വരത്തെ കടലോരത്തേക്ക് നോക്കിയിരുന്ന് ആലോചിക്കുന്ന ഒരു ഭാഗമാണെന്ന് പറഞ്ഞു. അപ്പൊ അവനും പറഞ്ഞു എനിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം അത് തന്നെയായിരുന്നു എന്ന് പറഞ്ഞു. ആ ആലോചനയിൽ അവന്റെ ജീവിതവും അവന്റെ അച്ഛനമ്മമാരെ പറ്റിയുള്ള കാര്യങ്ങളും അവൻ ഇനിയുള്ള യാത്രകളും അവന്റെ അതുവരെയുള്ള എല്ലാ ചിന്തകളും കടന്നു പോകുന്ന ഒരു 10 മിനിറ്റ് ചിന്ത ആ കടലിലേക്ക് തിരമാലകളെ നോക്കിയിരുന്നവൻ ആലോചിക്കുന്നു. മാത്രമല്ല ഈ നമ്മൾ ഈ പറയുന്നതിനകത്ത് പുസ്തകത്ത് പറയുന്ന ഒരു വ്യക്തി കൂടി ഇവിടെ വന്നത് എനിക്ക് അദ്ദേഹത്തിന് കൂടി ഇവിടെ ഒന്നും ഇതിൽ പരിചയമാണ്. ഈ പറയുന്ന പോലെ ഇലക്ട്രിക് വീൽ ചെയറിന് അപ്പുറത്തേക്ക് നമ്മുടെ യാത്രകളെ കുറച്ചുകൂടി ഈസി ആക്കി തന്നൊരു മനുഷ്യൻ കൂടി ഇരിപ്പുണ്ട്. പുസ്തകത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട് സുരേഷ്. അതെ, സുരേഷൊക്കെ വന്നിട്ടുണ്ട്. ഒരു വലിയ കൈയടി. കൃഷ്ണൻ ഈ യാത്ര മുഴുവൻ ചെയ്യാൻ ഒരു കാരണം ആ വാഹനത്തെ മോഡിഫൈ ചെയ്ത് ഈ രൂപത്തിലാക്കി. കൃഷ്ണന്റെ മാത്രമല്ല ഒരു ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു വലിയ നന്ദി അങ്ങനെ ഒരു കാര്യം ചെയ്തതിന്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഇവിടെ ഇരിക്കാനും ഇതിനെപ്പറ്റി സംസാരിക്കാനും ഒക്കെ കഴിഞ്ഞു. സുരേഷെ പറ്റി പറയുന്ന പോലെയാണ് രോഗിയെ എങ്ങനെ കൺസൾട്ട് ചെയ്യുന്നത് പോലെയാണ് നമ്മുടെ വിവരങ്ങൾ ചോദിക്കുന്നത്. വീൽ ചെയർ കയറാനുള്ള സൗകര്യങ്ങൾ, എന്ത് സ്പേസ് വേണം, എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത്. അത്
കൃഷ്ണകുമാറിനോട് എനിക്ക് വീണ്ടും പറയാനുള്ളത് ഇതേ ഉള്ളൂ. യാത്രകൾ ഇനിയും തുടരുക, അതെ ഇനിയും തന്നിരിക്കണം. അപ്പൊ ഞങ്ങൾ വർഷത്തിൽ 3-4 തവണ മീറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ അതുകൊണ്ട് കൃഷ്ണനെ പറ്റി അധികം ഇത്ര കാര്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇവിടെ ഇങ്ങനെ ഒരു സുഹൃത്തിനെ കിട്ടിയത് പറയുന്ന പോലെ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ദൈവം എനിക്ക് തന്ന ഏറ്റവും, എന്റെ അമ്മയോ എന്റെ അച്ഛനോ കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കരുതുന്നത് കൃഷ്ണകുമാരി സംഘം തന്നെ. താങ്ക്സ്. നമുക്ക് ഇവിടെ ഈ സംസാരം അവസാനിപ്പിക്കാൻ തോന്നുന്നു, പക്ഷെ ഇവിടുത്തെ സംസാരം മാത്രമേ നമ്മൾ അവസാനിപ്പിക്കാവൂ. ഈ പുസ്തകത്തെ കുറിച്ച് ഇനിയും നമ്മൾ സംസാരിച്ചുകൊണ്ടേയിരിക്കണം. ഒരുപാട് പേരിലേക്ക് ഇത് എത്തണം, വായിക്കണം. ഒരുപാട് പേര് ഇതിൽ നിന്നൊരു പ്രചോദനം ഉൾക്കൊണ്ട് ഒരുപാട് യാത്ര ചെയ്യട്ടെ, ഒരുപാട് അവരുടെ അടച്ചിട്ട വാതിലുകൾ തുറക്കട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് തൽക്കാലം ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. തുടക്കം തൊട്ട് ഇത്രയും നേരം ഇവിടെ ഇരുന്ന് ഇതിൽ പങ്കാളികളായി ഞങ്ങൾ ഒരുപാട് സംസാരിച്ചു എന്ന് തോന്നരുത്. നിങ്ങളാണ് ഈ പുസ്തകം വായിക്കേണ്ടവർ, അതിലേക്ക് നയിക്കുക മാത്രമാണ് ഞങ്ങൾ ലക്ഷ്യമിട്ടിരുന്നത്. അപ്പൊ പുസ്തകം വാങ്ങും, വായിക്കും. ഇവിടെ എത്താൻ കഴിഞ്ഞതിൽ ഇവർക്കൊക്കെയും കൂടെ വേണ്ടി കൃഷ്ണന്റെ സുഹൃത്ത് എന്ന നിലയിൽ, കൃഷ്ണന്റെ ചേച്ചി എന്ന നിലയിൽ നന്ദി, സന്തോഷവും സ്നേഹവും അറിയിക്കും. താങ്ക് യു സോ മച്ച്. താങ്ക് യു.